अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। से आए अपने आप को जानो, राजयोग के द्वारा अपना परम पिता पहचानो। इसी राजपथ पर चलकर पालो अपना बसेरा। तुम हो आत्मा तन से न्यारे, परमात्मा को प्यारे। दिव्य गुणों को धारण करके योगी बनो दुलारे। ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। ओम शांति, ओम शांति, ओम शांति। ഓം ശാന്തി. ഇന്ന് ബാബ നമുക്ക് അതിഗഹനവും സരളവും ഒരുപാട് ശക്തി നിറച്ച് കർമ്മത്തെ ശ്രേഷ്ഠാക്കാനുള്ള ഡയറക്ഷൻ തരുന്ന മുരളിയാണ് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ബാബ പറയാണ് നമ്മൾ കുട്ടികൾക്ക് ഭാഗ്യം. ബാബ എല്ലാവരും നോക്കിയത് നിങ്ങളുടെ സമ്പാദ്യത്തിൻ്റെ കണക്ക് എത്രയുണ്ടെന്നാണ് ബാബ നോക്കിയത്. എല്ലാവരുടെയും അക്കൗണ്ട് ചെക്ക് ചെയ്യായിരുന്നു ബാബ. അക്കൗണ്ടിൽ എന്താന്ന് നോക്കിയേ, സമ്പാദ്യം എത്രയുണ്ട്. അതും 3 തരം സമ്പാദ്യം എന്ന് ബാബ പരിശോധിച്ചു. വണ്ടർഫുള്ളാണ് കേട്ടോ. 3 തരം സമ്പാദ്യം. ആ സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി തുറക്കാനുള്ള താക്കോല് 3 ഭാവം. താക്കോലിൻ്റെ നമ്പർ 3 ഡോട്ട്. സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരു യന്ത്രം. ആ യന്ത്രവും 3 രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണോ ഈ യന്ത്രം ഉപയോഗിക്കുമ്പോഴും ബാബയ്ക്ക് സമാനമാകണമെന്ന നമ്മുടെ ഉള്ളിൽ ആശ, ആ ആശയ്ക്ക് വിഘ്നമാകുന്ന കാരണം കുട്ടികളൊക്കെ ആണെങ്കിൽ തീവ്ര പുരുഷാർത്ഥികളാണല്ലോ ബാബയുടെ മക്കളൊക്കെ. അപ്പം എപ്പോഴാണോ തീവ്ര പുരുഷാർത്ഥം ചെയ്യാൻ വേണ്ടി തീവ്രമായി നിങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നത്, അപ്പം മായ എന്താണ് ചെയ്യുക, അതിന് രക്ഷപ്പെടേണ്ട വിധം എങ്ങനെ നമുക്ക് മനസ്സാ വാച കർമ്മണ സമയ സങ്കല്പ ശ്വാസം ഒരേ സമയം നമുക്കതിനെ ശ്രേഷ്ഠാക്കാൻ സാധിക്കും, സഫലാക്കാൻ സാധിക്കും. ഇതെല്ലാം പറഞ്ഞു തരുന്ന ഒരു മഹത്തായ യാത്രയാണ് ഇന്നത്തെ മുരളി.
അപ്പം നമുക്ക് നോക്കാം മുരളിയിൽ ബാബു ഇന്ന് എന്താ പറഞ്ഞു തരണമെന്ന്. റിവിഷൻ 30/11/2006. 2006 മുരളിയാണ് കേട്ടോ. ഇന്നത്തെ മുരളി ഡേറ്റ് 24/8/25. ज्वालामुखी तपस्या द्वारा मैंपन की पूंछ को जलाकर बापदादा समान बनो, तब समाप्ति समीप आएगी. ജ്വാലാമുഖി തപസ്സിലൂടെ ഞാൻ എന്ന വാലിനെ കത്തിച്ച് ബാപ്ദാദയ്ക്ക് സമാനരാകൂ. അപ്പോൾ അവസാന സമയം സമീപത്തെത്തും. എന്തിനെ കത്തിക്കണം? ഞാൻ എന്ന വാലിനെ കത്തിക്കണം. अच्छा, आज अखुड अविनाशी खजानों के मालिक बाप दादा अपने चारों मोर के संपन्न बच्चों के जमा का खाता देख रहे हैं. ഇന്ന് അളവറ്റ അവിനാശി ഖജനാവുകളുടെ അധികാരി ഉടമസ്ഥനായ ബാബ തൻ്റെ സമ്പന്നമായ മക്കളുടെ സമ്പാദ്യത്തിൻ്റെ കണക്ക് നോക്കിക്കൊണ്ടിരിക്കുക. 4 പാടുള്ള എല്ലാ കുട്ടികളുടെയും ബാങ്ക് അക്കൗണ്ട്, സമ്പന്നരുടെ ബാങ്ക് അക്കൗണ്ടാണ് നോക്കണത് ബാബ. സമझा? तो 3 प्रकार के खाते देख रहे हैं. 3 തരം അക്കൗണ്ടാണ് ബാബ നോക്കി. ഒന്ന്, एक है अपने पुरुषार्थ द्वारा ശ്രേഷ്ഠ പ്രാലബ്ധ ജമാ കാ ഖാത. ഒന്നാമത്തെ അക്കൗണ്ട് എന്താ നോക്കിയേ ബാബ? സ്വന്തം പുരുഷാർത്ഥത്തിലൂടെ, പ്രയത്നത്തിലൂടെ ശ്രേഷ്ഠ ഭാഗ്യം എത്രത്തോളം സമ്പാദിച്ചിട്ടുണ്ട്, ആ കണക്ക് നോക്കി. സ്വന്തം പുരുഷാർത്ഥത്തിലൂടെ ശ്രേഷ്ഠ ഭാഗ്യം എത്രത്തോളം സംഭരിച്ചിട്ടുണ്ട്. दूसरा है सदा संतुष्ट रहना और संतुष्ट करना. ये संतुष्टता द्वारा दुआओं का खाता. രണ്ടാമത്തത് സദാ സന്തുഷ്ടായിരിക്കണം, സദാ സന്തുഷ്ടരാക്കണം. ഈ സന്തുഷ്ടതയിലൂടെ നമുക്ക് കിട്ടുക ആശീർവാദത്തിൻ്റെ കണക്ക്, ആശീർവാദത്തിൻ്റെ അക്കൗണ്ട്. ആദ്യം എന്താ കണ്ടേ? ഭാഗ്യത്തിൻ്റെ അക്കൗണ്ട്. ഭാഗ്യത്തിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള പണി എന്താ? പുരുഷാർത്ഥം. പുരുഷാർത്ഥത്തിലൂടെ ഓപ്പൺ ആകുന്ന അക്കൗണ്ടാണ് ഭാഗ്യം. സന്തുഷ്ടായിരിക്കുകയും സന്തുഷ്ടാക്കുകയും ചെയ്യുക, സന്തുഷ്ടത എന്ന വ്രതത്തിലൂടെ സ്വന്തമാകുന്ന അക്കൗണ്ടാണ് ആശീർവാദം. तीसरा है मनसा वाजा कर्मणा संबंध संपर्क द्वारा बेहद के निस्वार्थ सेवा द्वारा पुण्य का खाता. മൂന്നാമത്തെ അക്കൗണ്ട് എന്താ പറഞ്ഞേ ബാബ? സ്വന്തം മനസ്സ വാച കർമ്മണ സംബന്ധ സമ്പർക്കത്തിലൂടെ പരിധിയില്ലാത്ത നിസ്വാർത്ഥ ഭാവനയിലൂടെ സേവയിലൂടെ എത്ര പുണ്യം നിങ്ങൾ സമ്പാദിച്ചു. आप सभी भी अपने 3 खातों को ചെക്ക് करते ही हो. നിങ്ങളും ഈ 3 അക്കൗണ്ടും പരിശോധിക്കണ്ടല്ലോ. 3 അക്കൗണ്ട് ഉണ്ടല്ലോ എല്ലാവർക്കും. ഒന്നാമത്തെ എന്താ പറഞ്ഞേ? ഒന്നാമത്തെ എന്താ? ഭാഗ്യം. ഭാഗ്യം എങ്ങനെയാ ഉണ്ടാവുക? പുരുഷാർത്ഥത്തിലൂടെ. രണ്ടാമത്തത് എന്താ? ആശീർവാദം. ആശീർവാദത്തിൻ്റെ അക്കൗണ്ട് എങ്ങനെയാണ് ഓപ്പൺ ആവുന്നത്? സ്വയം സന്തുഷ്ടായിരിക്കണം, എല്ലാവരെയും സന്തുഷ്ടാക്കണം. സന്തുഷ്ടതയിൽ നിന്ന് കിട്ടുന്നതാണ് ആശീർവാദം. മൂന്നാമത്തത് എന്താ പറഞ്ഞത്? പുണ്യം. പുണ്യത്തിൻ്റെ കണക്ക്, പുണ്യത്തിൻ്റെ അക്കൗണ്ട്. അതേതാ പറഞ്ഞത്? മനസ്സ വാച സംബന്ധ സമ്പർക്കത്തിലൂടെ കർമ്മണ എല്ലാത്തിലൂടെ നിസ്വാർത്ഥ സേവനം ചെയ്യും. സ്വാർത്ഥത പാടില്ല. നിസ്വാർത്ഥ സേവനം ചെയ്താൽ പുണ്യത്തിൻ്റെ കണക്ക്. ഇത് 3ഉം എത്രയുണ്ടെന്നാണ് ബാബ പരിശോധിക്കുന്നത്. तो ये तीनों खाते जमा कितने हैं, है व नहीं है उसकी निशानी. എല്ലാവരും അവൻ്റെ അക്കൗണ്ട് നോക്കിക്കോളൂ. ഈ 3 അക്കൗണ്ടിലും എത്രത്തോളം സമ്പാദ്യമുണ്ട്, സമ്പാദ്യമുണ്ടോ, സമ്പാദ്യമില്ലേ, ഇതൊക്കെ നോക്കുക. അതിനൊരു ലക്ഷണമുണ്ട്. സദാ സർവ കെ പ്രതി സ്വയം പ്രതി സന്തുഷ്ടതാ സ്വരൂപ്, സർവപ്രതി ശുഭഭാവന ശുഭകാമന, സദാ अपने को खुशनुमा खुश नसीब स्थिति में അനുഭവ करना. ഈ 3 അക്കൗണ്ടിലും സമ്പാദ്യമുള്ളവരുടെ ലക്ഷണം എന്തായിരിക്കും? അവർ സ്വയം എല്ലാവരെക്കുറിച്ചും അവനവനെക്കുറിച്ചും എപ്പോഴും സന്തുഷ്ടതാ സ്വരൂപമായിരിക്കും. അവനവനിലും സന്തുഷ്ടായിരിക്കും, എല്ലാവരെക്കുറിച്ചും സന്തുഷ്ടതാ സ്വരൂപം. സർവരെക്കുറിച്ചും ശുഭം ചിന്തിക്കുന്നവരായിരിക്കും, ശുഭഭാവന. എല്ലാവരെക്കുറിച്ചും ശുഭം മാത്രം ആഗ്രഹിക്കുന്നവരായിരിക്കും, ശുഭഭാവന,
ശുഭകാമന സദാ അപ്പനേക്കോ ഖുഷ്നുമ ഞാൻ എപ്പോഴും ഹാപ്പി ആയിരിക്കും. ഖുഷ് നസീബ് സ്ഥിതി മേ അനുഭവം കർണ സ്വയം ഹാപ്പി ആയിരിക്കുക, സ്വയം ഭാഗ്യശാലിയാണെന്ന് ഫീൽ ചെയ്യുക. ഇതൊക്കെയാണ് അക്കൗണ്ടിൽ സമ്പാദ്യം ഉള്ളതിൻ്റെ ലക്ഷണം. എന്നൊക്കെയാ പറഞ്ഞേ ബാബ. അവനവനെക്കുറിച്ചും എല്ലാവരെക്കുറിച്ചും സന്തുഷ്ടത സ്വരൂപമായിരിക്കണം. സർവരെക്കുറിച്ചും ശുഭഭാവനയും ശുഭകാമനയും ഉണ്ടായിരിക്കണം. പിന്നെന്താ പറഞ്ഞേ? സദാ സന്തോഷമായിരിക്കണം. സദാ ഞാൻ ഭാഗ്യശാലിയാണ് എന്നൊരു ഫീലിംഗ് നിങ്ങൾക്കുണ്ടായിരിക്കണം. ഇതൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളൂ, നമ്മുടെ ബാങ്ക് 3 അക്കൗണ്ടിലും നല്ല സമ്പാദ്യം ഉണ്ട്. तो चेक करो दोनों खाते की निशानियां स्वयं में अनुभव होती है. അപ്പോൾ ബാബ പറയാണ്, അപ്പോൾ ഒന്ന് പരിശോധിച്ച് നോക്ക്, ഈ കണക്കുകളുടെയൊക്കെ ഈ അക്കൗണ്ട്സിൻ്റെ ഒക്കെ ലക്ഷണം നിങ്ങൾക്ക് അനുഭവം ആകുന്നുണ്ടോ? എൻ്റെ ബാങ്കിൽ നല്ല അക്കൗണ്ട്സിന് നല്ല സമ്പാദ്യം ഉണ്ട് എന്ന് അനുഭവം ആവുന്നുണ്ടോ? സമ്പാദ്യം ഉണ്ടോ? ഉണ്ടോ? ഇൻ സർവ ഖജാനോ കോ ജമാ കർനെ കി ചാബി ഹെ. ഇതൊക്കെ സമ്പാദിക്കാൻ ഒരു താക്കോലും തരാം ബാബ. നിമിത്ത ഭാവ്, നിർമ്മാണ ഭാവ്, നിസ്വാർത്ഥ ഭാവം. ഡെപ്പോസിറ്റ് ഉണ്ടാക്കാനായിട്ട് താക്കോല് തരാണ്, ഈസി. എന്താണ്? ഒന്ന് നിമിത്ത ഭാവം, രണ്ടാമത്തത് വിനയഭാവം, മൂന്നാമത്തത് നിസ്വാർത്ഥ ഭാവം. നിമിത്ത ഭാവം, വിനയഭാവം, നിസ്വാർത്ഥ ഭാവം, ഇതാണ് ബാബ തന്നിരിക്കുന്ന താക്കോല്. ചെക്ക് കർത്തേ ജാവൂ, ചാബിക്ക നമ്പർ പത്താ ഹെ. അപ്പോൾ നിങ്ങളും താക്കോലിട്ട് പരിശോധിച്ച് നോക്ക്, ഈ താക്കോലുണ്ടോ കയ്യിൽ? ഈ താക്കോല് കിട്ടണമെങ്കിൽ നമ്പർ അറിയണം, എന്നാലല്ലേ അങ്ങനെയല്ലേ ബാബന്ന് നമ്പർ താക്കോല തന്നിരിക്കണം കേട്ടോ. നമ്പർ അറിയോ? നമ്പർ അറിയോ? നോ ഐഡിയ. ചാബിക്ക നമ്പർ 3 ബിന്ദി 3 0. എന്താണ്? 3 0 ഇട്ടാൽ മതി. 3 ഡോട്ട് 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 ഡോട്ട്. താക്കോൽ ഓപ്പണായി. ഏതൊക്കെയാ 3 എണ്ണം? ഏക് ആത്മാ ബിന്ദി. ഒന്നാമത്തെ എന്താ? ആത്മാ ബിന്ദി. രണ്ടാമത്തത് ബാപ്പ് ബിന്ദി. രണ്ടാമത്തത് എന്താ? ശിവബാബ ഒരു ബിന്ദു. ഫസ്റ്റ് ബിന്ദു, ഫസ്റ്റ് ഡോട്ട് ഞാൻ ആത്മ ഒരു ബിന്ദു. രണ്ടാമത്തെ ഡോട്ട് ശിവബാബ ബിന്ദു. മൂന്നാമത്തെ ഡോട്ട് ഡ്രാമ കാ ഫുൾ സ്റ്റോപ്പ് ബിന്ദി. ഡ്രാമയുടെ ഫുൾ സ്റ്റോപ്പ്. എന്തൊരു കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാനാ? ഡ്രാമ ഫുൾ സ്റ്റോപ്പ്. അപ്പം 3 ബിന്ദു ഇടാൻ നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ താക്കോൽ ആക്റ്റീവ് ആയിരിക്കും. ഏത് താക്കോല? 3 ഭാവങ്ങളുടെ താക്കോൽ. ഏതാ 3 ഭാവം? നിമിത്ത ഭാവം, വിനയഭാവം, നിസ്വാർത്ഥ ഭാവം. ഈ 3 ഭാവവും ആക്ടിവേറ്റ് ആവണമെങ്കിൽ 3 ബിന്ദു അറിയണം. 3 ബിന്ദു: ആത്മബിന്ദു, परमात्मा बिंदु, ड्रामा बिंदु. आप सभी के पास चाबी तो है ना? താക്കോലുണ്ടോ? താക്കോൽ കിട്ടിയോ? ഉണ്ടല്ലേ. ഖജാനെ കോ ഖോൽക്കർ ദേഖ്തേ രഹത്തെ ഹോ നാ. അപ്പോൾ ഒന്ന് നിങ്ങളുടെ ഖജനാവൊക്കെ ഒന്ന് തുറന്നു നോക്കിയേ എത്രയുണ്ടെന്ന്. ഈ സബി ഖജാനോ കോ വൃദ്ധി കി വിധി ഹെ. ഈ ഡെപ്പോസിറ്റിനൊക്കെ വർദ്ധിപ്പിക്കണ്ടേ? വെറുതെ ഇങ്ങനെ ഡെപ്പോസിറ്റ് ഇട്ട് വെച്ചാൽ പോരല്ലോ, അതിനൊരു വിധിയുണ്ട്. ഓ വിധി ഹെ ദൃഢത. ദൃഢതയുണ്ടായിരിക്കണം. दृढ़ता होगी तो किसी भी कार्य में ये संकल्प नहीं चलेगा होगा या नहीं होगा. ആർക്ക് ദൃഢതയുണ്ടോ അവരുടെ ഉള്ളിൽ ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു തോട്ട് പോലും വരില്ല. ഇത് നടക്കോ നടക്കില്ലേ അങ്ങനത്തെ ഒരു തോട്ടേ ഇല്ല. ദൃഢത की स्थिति है हुआ ही पड़ा है बना ही पड़ेगा. बना ही पड़ा है. ദൃഢതയുള്ള കുട്ടികളുടെ വായിൽ നിന്ന് വരുന്ന വാക്ക് അതാ. ഈ കാര്യം നടക്കൂ എന്നൊരു വിചാരം അവർക്കില്ല. ഇത് കഴിഞ്ഞ കൽപ്പം നടന്ന കാര്യം ഈ കൽപ്പം നടക്കുന്നു, കഴിഞ്ഞ കൽപ്പം സംഭവിച്ച കാര്യം ഈ കൽപ്പം സംഭവിക്കുന്നു. ബനേഗ ജമാ ഹോഗ നഹി ഹോഗ നഹി. ഞാൻ സമ്പാദിക്കപ്പെടും ബാബ, ഞങ്ങൾ സംഭരിക്കും, ഞങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യും, കാര്യമൊക്കെ നടക്കും, അങ്ങനെ ഗേന്നും കൂടിയല്ല. കർത്തേ തോ ഹേ ഹോനാ തോ ചാഹിയേ തോ ബി നഹി. എല്ലാം ചെയ്യണ്ടല്ലോ ബാബ, അപ്പം നടക്കേണ്ടതല്ലേ? കഴിഞ്ഞ കൽപ്പം നടന്നതല്ലേ, ഈ കൽപ്പം നടക്കണമല്ലോ. അതുമില്ല. അത് ദൃഢയുടെ ശബ്ദമല്ല. ദൃഢയുടെ ശബ്ദം എന്താ? നടന്നതാണ്, സംഭവിച്ചതാണ്, വിജയം നമ്മുടെ ആണ്. അതാണ് വിജയം, നമ്മുടെ ദൃഢയുടെ ശബ്ദം.
दृढ़ता वाला निश्चय बुद्धि निश्चिंत और निश्चित अनुभव करेगा. ദൃഢതയുള്ള കുട്ടികൾ നിശ്ചയ ബുദ്ധിയുള്ള കുട്ടികളായിരിക്കും, നിശ്ചിന്തരായിരിക്കും, നിശ്ചിതാണെന്ന് അവർക്കറിയാം. നിശ്ചിത മീൻസ് ഫിക്സഡ് ആണ്, ഇതുണ്ടാക്കി കഴിഞ്ഞതാണ്, സംഭവിച്ചതാണ്. ജസ്റ്റ് നമ്മളൊന്ന് പൊടി തട്ടി അതിനെ പുതുക്കാന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ കാര്യത്തിലും വിജയവും നമ്മുടെ ഉണ്ട്. അപ്പൊ ദൃഢതയുടെ ലക്ഷണം ഈ 3 കാര്യം നമുക്കുണ്ടായിരിക്കും. ഏതാ 3 കാര്യം? നിശ്ചിന്തായിരിക്കും, നിശ്ചിതാന്ന് അവർക്ക് അനുഭവം ഉണ്ടാകും, നിശ്ചയ ബുദ്ധിയുള്ളവരായിരിക്കും. നിശ്ചയ ബുദ്ധി, നിശ്ചിതം, നിശ്ചിന്തം, 3 വാക്ക് ഓർമ്മിക്കുക. ഈ 3 വാക്ക് ആർക്ക് മാത്രം അറിയുന്നതാ? ദൃഢത ഉള്ള കുട്ടികളുടെ बुद्धि संकल्पम. अच्छा, तो बाप दादा ने पहले भी सुनाया, अगर ज्यादा से ज्यादा सर्व खजानों का खाता जमा करना है तो ഇപ്പം ബാബ പണ്ടും പറഞ്ഞ കാര്യമാണ്, നിങ്ങൾക്ക് ഒരുപാട് സമ്പാദിക്കാൻ ഇഷ്ടം ഉണ്ട് എങ്കിൽ ഒരു യന്ത്രം തരാൻ പോവാണ് കേട്ടോ, സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ. എന്താണ്? മന്മനാഭവക്കെ മന്ത്രക്കോ യന്ത്ര ബനാദോ. എന്താക്കണ്ടേ? മന്മനാഭവ എന്ന മന്ത്രം അതിനെ യന്ത്രമാക്കൂ. तो जिससे सदा बाप के साथ और पास रहने का स्वतः अनुभव होगा. ഈ ആരുടെ കയ്യിലാണോ മന്മനാഭവ എന്ന മന്ത്രം യന്ത്രമായി ഉപയോഗിക്കാൻ കഴിവുള്ളവര്, അവർക്ക് എപ്പോഴും തോന്നും ബാബ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയാതെ എൻ്റെ അടുത്ത് നടന്ന് ആര് ശരിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്? ബാബ. നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടോ? ബാബ എല്ലാം നടത്തി തരുന്നുണ്ടോ? ബാബയുടെ സാന്നിധ്യം അനുഭവമാകുന്നുണ്ടോ? അത് വിളിച്ചിട്ട് മാത്രമാണോ ബാബ വരണത്? കൂടെയുണ്ടോ? അപ്പോൾ ഒരു കാര്യം ഉറപ്പ്, നിങ്ങളുടെ കയ്യിലും യന്ത്രമുണ്ട്. ഏത് യന്ത്രം? മന്മനാഭവ എന്ന മന്ത്രം യന്ത്രമായിരിക്കുന്നു. പാസ് ഹോനാ ഹി ഹെ, 3 രൂപ കെ പാസ് ഹെ. ഇനി പാസ് അതെ ബാബ പറയാണ് 3 തരം പാസ് ഉണ്ട്. ഏക് ഹെ പാസ് രഹ്ന. ഒന്നെന്താ? പാസ് എന്ന് വെച്ചാൽ അരികെ എന്നർത്ഥം. അപ്പൊ ബാബയുടെ അരികിൽ ഇരിക്കുക, പാസ് രഹ്ന. ദൂസരാ ഹെ ജോ ബീതാ സോ പാസ് ഹുവ. കഴിഞ്ഞ കാര്യം കഴിഞ്ഞു. ചില നമ്മൾ പാസ് കടന്നുപോയി എന്നും പറയാറില്ലേ? അപ്പൊ കഴിഞ്ഞ കാര്യം കഴിഞ്ഞു, അതിനെന്താ പറയാ? പാസ്. തീസരാ ഹെ, മൂന്നാമത്തത് പാസ് വിത്ത് ഓണർ ഹോനാം. എന്താണ്? പാസ് വിത്ത് ഓണറായി തീരുക, ക്ലാസ്സോടെ പാസ്സാകുക. 3 പാസ്. ഏതൊക്കെ 3 പാസ്? 1 ബാബയുടെ അടുത്തിരിക്കുക, 2 കടന്നത് കഴിഞ്ഞത് കഴിഞ്ഞു, കഴിഞ്ഞതിനെ കുറിച്ച് ചിന്തിക്കരുത്. നമ്മുടെ ജാനിദാദി എപ്പോഴും പറയും ബീത്തി കോച്ചിത്തവോ നഹീം. ഈ കോഴി കണ്ടിട്ടില്ലേ, കുക്കുടം കുത്തിപ്പറിക്കും പോലെ പറഞ്ഞ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് അരുത്. കഴിഞ്ഞ കാര്യം അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടണം. പാഠം പഠിക്കാം, അല്ലാതെ അതിനെ കോട്ട് ചെയ്ത് പറഞ്ഞും ചെയ്തും ചെയ്യരുത്. കഴിഞ്ഞത് കഴിഞ്ഞു. ഇത് ബ്രാഹ്മണരുടെ ജീവിത വ്രതായിരിക്കണം. അത് 2ാമത്തത്. അങ്ങനെയാണെങ്കിൽ 3ാമത്തത് നിങ്ങൾക്ക് കിട്ടും. ഏതാ? പാസ് വിത്ത് ഓണർ, ക്ലാസ്സോടെ പാസ്സാകും. अगर तीनों पास है तो आप सबको राज्य अधिकारी बनने की फुल पास है. ഈ 3 പാസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും രാജ്യാധികാരി ആവാനുള്ള ഫുൾ പാസ് കിട്ടിയിരുന്നു. 3 പാസ് കിട്ടണം. ഏതൊക്കെ 3 പാസ്സാ പറഞ്ഞത്? 1 ബാബയുടെ അടുത്തിരിക്കണം, 2 കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞു, പാസ് ഫുൾ സ്റ്റോപ്പ്, 3ാമത്തത് പാസ് വിത്ത് ഓണർ. ഈ 3 പാസ് നമ്മുടെ കയ്യിലുണ്ടോ, എന്നാൽ പിന്നെ സ്വരാജ് അധികാരി ആവാനുള്ള ഫുൾ പാസ് കിട്ടിക്കഴിഞ്ഞു. തോ ഫുൾ പാസ് ലേലി കിട്ടിയോ? ഫുൾ പാസ് കിട്ടിയോ? സ്വരാജ് അധികാരി ആവോ? അല്ലേ? ആ ലേനി ഹേ, ആരാണാവോ? തല അട്ടിയില്ല. ജിന്നോനെ ഫുൾ പാസ് ലേ ലി ഹേ വോ ഹാത്ത് ഉടാവോ. ലേനി നഹീം ലേ ലി ഹേ. ഞാൻ ഫുൾ പാസ് എടുത്ത കുട്ടിയാണെന്ന് പറയുന്ന കുട്ടിക്കൊന്ന് കൈ ഉയർത്തിയേ. എടുക്കാം എന്നല്ല കേട്ടോ ബാബ പറയണേ, എടുത്തു. ഞാൻ ഫുൾ പാസ്സാണ്, 3 പാസും കിട്ടിയിട്ടുണ്ട്. അവരൊക്കെ ഒന്ന് കൈ ഉയർത്തിയേ. കിട്ടിയില്ലേ? എന്താ പകുതി ഉയർത്തുന്നത്? അച്ഛാ 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 लेनी है आपको, सोचते अभी संपूर्ण नहीं बने हैं इसलिए. ബാബ ഞങ്ങൾ സമ്പൂർണ്ണ ആയില്ലല്ലോ, അങ്ങനെ ചിന്തിച്ചിട്ടാ കൈ ഉയർത്താൻ പകുതി ഉയർത്തണേ. ലേക്കിൻ നിശ്ചയ ബുദ്ധി വിജയി ഹേ ഹി. പക്ഷേ അങ്ങനെ ചിന്തിക്കേണ്ടതില്ല.
അവർ നിശ്ചയം നിങ്ങൾക്കുണ്ടോ? നിശ്ചയബുദ്ധിയാണോ? വിജയം ആർക്കുള്ളതാ? നമുക്ക് ആണ്. യാ ഹോനാ ഹെ अभी समय की पुकार, भक्तों की पुकार, अपने मन की आवाज क्या आ रही है? ബാബ പറയാണ്, നിങ്ങൾ ചെവിയോർത്ത് നോക്ക്. സമയത്തിന്റെ വിളി എന്താ? ഇപ്പോ ഭക്തന്മാരുടെ വിളി എന്താ? നിങ്ങളുടെ മനസ്സിൽ നിന്ന് എന്ത് വിളിയുടെ ശബ്ദ വന്നുകൊണ്ടിരിക്കുന്നത്? अभी अभी संपन्न समान बनना ही है. वायु सोचते हैं बनेंगे, सोचेंगे, करेंगे. ബാബയ്ക്ക് സമാനാകണം, ബാബയ്ക്ക് സമാനം സമ്പന്നാകണം, അങ്ങനത്തെ ശബ്ദമാണോ വരുന്നത്? ബാബ ഞങ്ങൾ സമാനാകാം, ബാബ ചെയ്യാം, ബാബ അങ്ങനത്തെ ശബ്ദമാണോ വരുന്നത്? ഏതാ വരുന്നേ? ആകണം എന്നോ ആകാമെന്നോ? ആകണം. अब समय के अनुसार हर समय एवरडी का पाठ पक्का रहना ही है. ആകാം എന്നല്ല, സമയം അടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഓരോ നിമിഷവും എവർ റെഡി ആയിരിക്കണം, ഉറച്ചിരിക്കണം. ജബ് മേരാ ബാബ കഹാ പ്യാരാ ബാബ മീറ്റാ ബാബ മാൻതേ ഹി ഹോ. എപ്പോഴാണോ നമ്മൾ എൻ്റെ ബാബ എന്ന് വിളിച്ചില്ലേ എല്ലാവരും എൻ്റെ ബാബ എന്ന്? അപ്പൊ ഒരു കാര്യം അതിൽ അലിഞ്ഞിരിക്കുന്നു ഇത്രേ. പ്രിയപ്പെട്ട ബാബ, മീറ്റാ ബാബ, എൻ്റെ ബാബ എന്ന് പറഞ്ഞ രണ്ട് ശബ്ദത്തിൽ അലിഞ്ഞു ചേർന്ന് പോയി. ഒന്നേതാ? പ്യാരാ ബാബ, പ്രിയപ്പെട്ട ബാബ. രണ്ടാമത്തത് എന്താ? മീറ്റാ ബാബ. जो प्यारा होता उसके समान बनना मुश्किल नहीं होता. എന്താണോ ഇഷ്ടപ്പെട്ട ഒരു കാര്യം അതുപോലെ സമാനമാകുക എന്നുള്ളത് ഒരിക്കലും പ്രയാസമല്ല. ആരോടും നമുക്ക് ഇഷ്ടമുണ്ട് അവരെ പോലെ നമ്മൾ മാറിപ്പോവും, അങ്ങനെയല്ലേ? അപ്പൊ ശിവബാബോട് ഇഷ്ടമുള്ള കുട്ടികൾക്ക് ശിവബാബയെ പോലെ മാറാൻ, ബാബ്ദാദയെ പോലെ ആവാൻ പ്രയാസമുണ്ടോ? ഇല്ല. ബാബ്ദാദാനെ ദേക്കാ ഹെ समय प्रति समय समान बनने में जो विघ्न पड़ता है वो सबके पास प्रसिद्ध शब्द है, सब जानते हैं, അനുഭവി है. പക്ഷെ ബാബ പറയാണ്, നിങ്ങൾക്ക് സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ പോലും സമാനാവാൻ നോക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിഘ്നങ്ങൾ. എന്തുകൊണ്ട് സമാനാകാൻ പറ്റുന്നില്ല? അതിനൊരു ശബ്ദം. എന്തുകൊണ്ടാണ് നമുക്ക് ബാബയ്ക്ക് സമാനാവുന്നിടത്ത് തടസ്സം വരുന്ന ശബ്ദം? ഏതായിരിക്കും? ഹലോ, ഏതായിരിക്കും ബാബയ്ക്ക് സമാനാകുന്ന ഒരു തടസ്സം വരുന്ന ശബ്ദം? ഏതായിരിക്കും? ചെയ്യാൻ പറ്റില്ല. ബാബ കൈതേ മേം. ഒരാടാണ് അവിടെ കുഴപ്പം. ആരാണ്? ഞാൻ. മേംപൻ. इसलिए बाप दादा ने पहले भी कहा है, जब भी मेम शब्द बोलते हो तो सिर्फ मैं नहीं बोलो. അതുകൊണ്ട് ബാബ അതിന് സൊല്യൂഷൻ തരാം. നിങ്ങൾ എപ്പോഴും ഞാൻ എന്ന് പറയുമ്പോൾ ഞാൻ എന്ന ശബ്ദം മാത്രം ഉപയോഗിക്കരുത്. എന്താ പറയണ്ടേ? ഞാൻ ആത്മാ, मेमपन. इसलिए बाप दादा पहले कहा, जब भी मेम शब्द बोलते हो सिर्फ मैं नहीं बोलो, मेम आत्मा. जुड़वा शब्द बोलो. ഇത് രണ്ടും ജോഡിയായിട്ട് എപ്പോഴും പറയണം. ഞാൻ എന്ന വാക്ക് പറയരുത്. എന്ത് ചെയ്യണം? ഞാൻ ആത്മാ. തുടക്കത്തിൽ കുറേ പേര് ഞാൻ ആത്മാ ബാബയോട് സംസാരിക്കുന്നു, ഞാൻ ആത്മാ ബാബയ്ക്ക് ലെറ്റർ എഴുതുന്നു. ഞാൻ എന്ന വാക്കുണ്ടെങ്കിൽ ഉടനടി എന്ത് പറയും? ആത്മാ. അങ്ങനെ ഒരു പുരുഷാർത്ഥം ചെയ്യുമായിരുന്നു. तो मैं कभी अभिमान ले आता, ബോഡി കോൺഷ്യസ് വാല മേം, ആത്മാ വാല നഹീം. കേവലം നമ്മൾ ഞാൻ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, ബാബ പറയും ഞാൻ എന്ന വാക്ക് നിങ്ങൾക്ക് അഭിമാനം കൊണ്ടുവരും. അതെന്താ കാരണം? ബോഡി കോൺഷ്യസ് വന്നാൽ അഭിമാനം ഉറപ്പാണ്. തോ ആത്മാ വാല നഹീം, മേം ആത്മാ എന്ന് പറഞ്ഞാൽ അഭിമാനേ ഇല്ല. ആത്മാ ഇല്ലാണ്ട് ഞാൻ ഉപയോഗിച്ച ആര് വരും? പിന്നെന്താ ഓർമ്മ വരിക? എൻ്റെ പദവി, എൻ്റെ പേര്, എൻ്റെ പവർ ഒക്കെ ഓർമ്മ വരൂലേ? അപ്പം അഭിമാനം വരും. കഭി അഭിമാൻ ബിലാത്ത കഭി അഭിമാൻ ബിലാത്ത ഹെ. ഈ ആത്മാ ഇല്ലാത്ത ഞാൻ വന്നാൽ ചിലപ്പോൾ ഭയങ്കര അഭിമാനമായിരിക്കും, ചിലപ്പോഴോ അഭിമാനം ഉണ്ടെങ്കിൽ അതിന് കൂട്ടുകാരൊപ്പമുണ്ടല്ലേ, അതാരാ? അപമാനം. എന്നോട് ഇങ്ങനെ പറഞ്ഞില്ലേ, അത് അപമാനമായി. ഞാൻ പറഞ്ഞത് മാനിക്കണം, അത് അഭിമാനമായി. ഞാൻ പറഞ്ഞതാണ് നടക്കുന്നത്, എൻ്റെ ആശയാണ്. ഇതൊക്കെ പറയുമ്പോൾ ആരാ നമ്മൾ എന്താ ബോധം? ശരീരം. തോ ബാബ പറയാണ്, എൻ്റെ എന്നുള്ളത് ശരീരത്തോട് ലിങ്കായാൽ, ദേഹബോധത്തോട് ലിങ്കായാൽ രണ്ട് കാര്യം നമുക്ക് ഫീൽ ചെയ്യും. ഏത് രണ്ട് കാര്യം? ഒന്ന്
അഭിമാനം. രണ്ടാമത്തത് അപമാനം. കബി ദിൽ ശികസ്ത് ബി ബനാത്ത. അതുകൊണ്ട് കഴിഞ്ഞില്ല എന്ന്. ചിലപ്പോൾ എന്താക്കി കളയും, നമ്മളെ നിരാശനാക്കും. इसलिए इस बॉडी कॉन्शियस के मेमपन को स्वप्न में भी नहीं आने दो. അതുകൊണ്ട് നമ്മുടെ ഒരു പുതിയ വ്രതമാണ് ഈ ഞാൻ എന്ന ബോഡി കോൺഷ്യസിൻ്റെ ഞാൻ എന്ന ഭാവം സ്വപ്നത്തിൽ പോലും നമ്മുടെ ഉള്ളിൽ വരാൻ അനുവദിക്കരുത്. സംസാ എന്തുകൊണ്ടാണ് ബാബ ബോഡി കോൺഷ്യസ് എന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വരരുതെന്ന് പറയാൻ കാരണം, അതൊന്നുകിൽ നമുക്ക് അഭിമാനം കൊണ്ടുതരും, അല്ലെങ്കിൽ നമ്മളെ അപമാനം ഫീൽ ചെയ്യിക്കും. രണ്ടും അല്ലെങ്കിൽ ഭയങ്കര നിരാശരായി ഫീൽ ചെയ്യും. ഇതിൻ്റെ കാരണം ഞാൻ എന്ന് പറയുമ്പോൾ ദേഹം എന്നുള്ള വിചാരമാണ്. സൊല്യൂഷൻ എന്താ പറഞ്ഞേ ബാബ? ഞാൻ ആത്മാ. ആരെ കാണുമ്പോഴും നമ്മളിപ്പോൾ എന്ത് ചെയ്യില്ല, നമ്മുടെ പ്രാക്ടീസ് അതല്ലേ, കോഴ്സ് എടുത്ത അന്ന് മുതൽ ചെയ്യുന്ന പ്രാക്ടീസ് എന്താ? ഞാൻ ആത്മാ, ഇവരാത്മാ, അങ്ങനെയെല്ലാം ചെയ്യാം. അപ്പോൾ ബാബ ഒരു ആത്മസ്മൃതിയെ വരാവൂ. बाप दादा ने देखा है स्नेह की सब्जेक्ट में മെജോറിറ്റി പാസ് ഹേ. ബാബ നോക്കി എല്ലാ കുട്ടികളെയും. ബാബ അറിയാം മെജോറിറ്റി കുട്ടികൾക്കും സ്നേഹത്തിൻ്റെ വിഷയത്തിൽ പാസ്സാണ്. ആപ് സബിക്ക് കോ കിസ്നെ യഹാൻ ലായ? നിങ്ങളെല്ലാവരും ഇവിടെ ആരാ നിങ്ങളെ കൊണ്ടുവന്നേ? സബി ചാഹെ പ്ലെയിൻ മേ ആയേ ഹോ, ചാഹെ ട്രെയിൻ മേ, चाहे बस में आए हो, लेकिन वास्तव में बाप दादा के स्नेह के विमान में यहाँ पहुँचे हो. ചിലർ പ്ലെയിൻ കയറി വന്നവരുണ്ട്, ഫ്ലൈറ്റിൽ വന്നവരുണ്ട്, വേറെ ചിലർ ബസ്സിൽ വന്നവരുണ്ട്, വേറെ ചിലർ ട്രെയിൻ പിടിച്ച് വന്നവരുണ്ട്. എങ്ങനെ വന്നതാണെങ്കിലും ബാബോട് സ്നേഹമുള്ളത് കൊണ്ടല്ലേ മധുബനത്തിലെത്തുന്നത്? ആണോ അല്ലയോ? അല്ലെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ചിലവാക്കാൻ പോകുന്നുണ്ടോ? ട്രെയിനിൽ കഷ്ടപ്പെട്ട് പോകാൻ പോകുന്നുണ്ടോ? तो बाबा कहते ഏത് രീതിയിൽ നിങ്ങൾ എത്തുകയാണെങ്കിലും അത് സ്നേഹം കൊണ്ടാണ് എത്തിയത്. तो जैसे स्नेह की सब्जेक्ट में पास है, अब ये कमाल करो, समान बनने की सब्जेक्ट में भी पास विथ ऑनर बन के दिखाओ. എല്ലാവരും സ്നേഹത്തിൻ്റെ ബാബോട് എത്ര സ്നേഹം ഉണ്ടെന്ന് ചോദിച്ചാൽ എത്ര ബ്രാഹ്മണ കുട്ടികളുണ്ടോ എല്ലാവരും സ്നേഹത്തിൻ്റെ വിഷയത്തിൽ പാസ്സാണ്. സന്തോഷമായില്ലേ എല്ലാവർക്കും? നൂനും വേണമെന്ന് ബാബ പറയാ. സ്നേഹത്തിന് മാത്രം പാസ്സായാൽ പോരാ, ബാബയ്ക്ക് സമാനമാകുന്നതിൽ നമ്മൾ എന്തായിരിക്കണം? വെറും പാസ്സായാൽ പോരാ, പാസ് വിത്ത് ഓണർ ബനനാ ഹേ. റെഡി? റെഡി? പസന്ത് ഹേ? ഇഷ്ടമായോ? ബാബയ്ക്ക് സമാനാകുന്നതിൽ പാസ് വിത്ത് ഓണർ ആവാൻ ഇഷ്ടമായോ? ആയി. സമാൻ ബനന പസന്ത് ഹേ? പസന്ത് ഹേ, ലേക്കിൻ ബനനെ മേ തോടാ മുഷ്കിൽ ഹേ. ഇഷ്ടമൊക്കെ ഉണ്ട് ബാബ. പക്ഷെ ബാബ എന്നാ പറയാ, നിങ്ങൾക്കെല്ലാം ഇഷ്ടമാണ്, പക്ഷേ കുറച്ച് പ്രയാസം വരുന്നുണ്ടല്ലോ. സമാൻ ബൻ ജാവോ സമാപ്തി സാമനെ ആയേഗി. എപ്പോഴാണോ നമ്മൾ ബാബയ്ക്ക് സമാനരായി തീരുന്നത്, വിനാശം അന്തിമം ലോകാവസാനം നമ്മുടെ മുന്നിൽ എത്തിച്ചേരും. ലേക്കിൻ കബി കബി ജോ ദിൽ മേ പ്രതിജ്ഞ കർത്തേ ഹോ ബനാ ഹി ഹേ. ചിലപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യണം അറിയോ? ഞങ്ങൾ എന്ത് തന്നെ വന്നാലും ബാബയ്ക്ക് സമാനാവന്നെ ചെയ്യും. പ്രതിജ്ഞ ചെയ്തു ആരെങ്കിലുമൊക്കെ? ബാബ കേട്ടു. പ്രതിജ്ഞ കംസോർ ഹോ ജാത്തി ഹേ, പരീക്ഷ മസ്ബൂത് ഹോ ജാത്തി ഹേ. ബാബയ്ക്ക് സമാനായേ ഇരിക്കൂ ബാബ എന്ന് കുട്ടികൾ പറയുമ്പോൾ മായ വരെ അങ്ങനെ അങ്ങ് പോകണ്ടാന്ന്. മായ എന്താവും? ഹൈ സ്ട്രോങ് ആവും. അപ്പോൾ പ്രതിജ്ഞ പതുക്കെ പതുക്കെ അങ്ങനെ പറയൊക്കെ ചെയ്തു അല്ലേ, വീക്കായി തീരും. चाहते सभी हैं लेकिन चाहना एक होती है, प्रैक्टिकल दूसरा हो जाता है. എല്ലാ കുട്ടികൾക്കും ഇഷ്ടമുണ്ട് ബാബയ്ക്ക് സമാനാവാൻ, ഇഷ്ടമല്ലേ? എല്ലാവരും ആഗ്രഹിക്കുന്നു. പക്ഷെ ബാബ പറയാ ആഗ്രഹം ഒന്നാണ്, പ്രവൃത്തി വേറെ ഒന്നാണ്. क्योंकि प्रतिज्ञा करते हो लेकिन दृढ़ता की कमी पड़ जाती है. പക്ഷേ എല്ലാവരും പ്രതിജ്ഞ ചെയ്യുന്നുവെങ്കിൽ പോലും ദൃഢത കുറച്ച് കുറഞ്ഞു പോവും. സമാനത ദൂർ ഹോ ജാത്തി ഹേ. എവിടെ ദൃഢത കുറയുന്നോ അവിടെ ബാബയ്ക്ക് സമാനോ നമ്മളായില്ലല്ലോ. പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. പ്രതിജ്ഞ വീക്കാവുമ്പോൾ പറഞ്ഞ ശബ്ദങ്ങളായതൊക്കെ അല്ലേ. ബാബയെ പോലെ ആയില്ലല്ലോ, ആവും നാളെ. അത് വീക്കായിക്കൊണ്ടിരിക്കും. तो സമസ്യ പ്രബൽ ഹോ ജാത്തി ഹേ. എപ്പോഴാണോ നമ്മുടെ പ്രതിജ്ഞ വളരെയധികം ലൂസാകുന്നത്, ദൃഢത കുറയുന്നത്,
സമസ്യ ശക്തിശാലിയായി തീരും. तो आप क्या करेंगे? നമ്മളാണെങ്കിൽ ബാബയ്ക്ക് സമാനാവാനുള്ള പ്രതിജ്ഞ എടുത്ത് ലഹരി പിടിച്ച് മുന്നോട്ട് പോകാൻ പരിശ്രമിക്കുക. മായയാണെങ്കിൽ അതിനേക്കാൾ ശക്തമായിക്കൊണ്ട് സ്ട്രോങ് ആയിട്ട് വരിക. സമസ്യ ഡേ ബൈ ഡേ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുക. हम क्या करेंगे? बाप दादा को एक बात पर बहुत हंसी आ रही है. ബാബ എനിക്കൊരു കാര്യം നിങ്ങൾ കാണുമ്പോൾ ചിരി വരുന്നുണ്ടോ എന്ന്. ആർക്ക് ചിരി വരണേ? ബാബയ്ക്ക്. കോൺസി ബാത്ത്? ഏത് കാര്യത്തെ കാണുമ്പോഴാണ് ചിരി വരുന്നത്? महावीर. लेकिन जैसे शास्त्रों में हनुमान को महावीर भी कहा है, पूंज भी दिखाया है. ബാബ പറയാണ് ഏത് കാര്യ? മഹാവീരൻ എന്നാണ് ഹനുമാനെ പുരാണങ്ങളിലും ശാസ്ത്രങ്ങളിലും പറയുന്നത്. പക്ഷെ ആള് കുരങ്ങനല്ലേ, ഒരു വാല് കാണിക്കുന്നില്ലേ? तो ये पूंज दिखाया है मेमपन का. जब तक महावीर इस पूंज को नहीं जलाएंगे, लंका अर्थात पुरानी दुनिया भी समाप्त नहीं होगी. ലങ്കാ ദഹനത്തിന് ഹനുമാന്റെ വാലിൽ ഇങ്ങനെ തുണി കെട്ടി അങ്ങനെയൊക്കെയല്ലേ പറയുന്നത്, അതിലൂടെ ലങ്ക ദഹിപ്പിച്ചു പറയുന്നത്. അതേപോലെ ബാബിയും പറയാണ് ഈ പഴയ ലോകം നശിക്കണമെങ്കിൽ, പഴയ ലോകത്തിനെയാണ് എന്ത് ഉദ്ദേശിക്കുന്നത്? ലങ്ക. നിങ്ങൾ കുട്ടികളുടെ മഹാവീരന്മാരായ കുട്ടികളുടെ വാലിന് തീ കൊടുക്കണം. ഏതാ വാല്? ഞാൻ 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 മേംപൻ. അതിന് തീ കൊടുത്താൽ മാത്രമേ പഴയ ലോകം തീ പിടിക്കൂ. तो अभी इस मेमपन मेम की पूंज को जलाओ, तब समाप्ति समीप आएगी. ഞാൻ 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 എന്ന വാലിനൊന്ന് തീ കൊടുക്കണം. കൊടുക്കാവോ? കൊടുക്കാവോ? എന്നാൽ പിന്നെ വിനാശം ഇപ്പം അടുത്തെത്തും. जलाने के लिए ज्वालामुखी तपस्या സാധാരണ യാദ് നഹി. ഇത് ഇവിടുത്തെ നമ്മൾ പുരാണങ്ങൾ കാണിക്കുന്ന പോലെ പട്ടുഹാരികളും വസ്ത്രങ്ങളും ചുറ്റിയിട്ടുള്ളതല്ല. ഏത് തീ കൊടുക്കണം? ജ്വാലാമുഖി യോഗ ചെയ്യണം. വെറുതെ ബാബയെ ഓർമ്മിച്ചത് കൊണ്ടും നമ്മുടെ ഞാൻ എന്ന ഭാവം കത്തിപ്പോവില്ല. കത്തിപ്പോണെങ്കിൽ എന്ത് വേണം? ജ്വാലാമുഖി യോഗ വേണം. ജ്വാലാമുഖി യാദിക്ക് ആവശ്യകത ഹെ. ഇപ്പം എന്താ ആവശ്യം? ज्वालामुखी योगा. इसलिए ज्वाला देवी को भी यादगार है, ശക്തിശാലി യാദ്. അതുകൊണ്ടാണ് ജ്വാലാദേവി. അങ്ങനൊരു ദേവി ഉണ്ടത്രേ. നമ്മുടെ നാട്ടിലുണ്ടോ ജ്വാലാദേവി? ഈ നാട്ടിൽ അങ്ങനത്തെ ഒരു ദേവി ഇല്ല അല്ലേ? ആ, ബോംബെയിലാണ് അങ്ങനത്തെ ഒരു ദേവിയുള്ളത്, ജ്വാലാദേവി. ത്രിസ്മൃതി സ്മാരകം വരാൻ കാരണം നമ്മൾ കുട്ടികളുടെ ജ്വാലാമുഖി യോഗയിലൂടെ ഞാൻ എന്ന ഭാവം കത്തിപ്പോയത് കൊണ്ടാണ്. तो सुना क्या करना है? ഇപ്പം മനസ്സിലായോ എന്താ ചെയ്യേണ്ടതെന്ന്? മനസ്സിലായോ? अब ये मन में धुन लगी हुई है, समान बनना ही है, समाप्ति को समीप लाना ही है. എല്ലാ കുട്ടികളുടെ മനസ്സിലും ഒരേ ലഹരി കയറിയിരിക്കുകയാണ്. ബാബയ്ക്ക് സമാനം ആവുക തന്നെ വേണം, വിനാശം സമീപത്ത് കൊണ്ടുവരിക തന്നെ വേണം. आप कहेंगे संगम यू तो बहुत अच्छा है. अच्छा है ना, तो समाप्ति क्यों हो? लेकिन आप बाप समान दयालु, कृपालु, रहमदिल आत्माएं हो. तो आज की दुखी आत्माएं, भक्त आत्माओं के ऊपर रहमदिल आत्माएं रहम करो. നിങ്ങൾ പറയാൻ എന്താ അറിയോ? ശിവബാബയുടെ കൂടെയുള്ള ജീവിതം മതിയായോ? ഇല്ലല്ലോ. പിന്നെന്തിനാ വിനാശം? വിനാശം വരേണ്ട ആവശ്യമുണ്ടോ? ബാബ പറയും നിങ്ങൾ അങ്ങനെ ചോദിക്കും. സംഗമയുഗം അതിരസകരം, ഭഗവാന്റെ കൂടെയുള്ള ജീവിതം. പക്ഷേ നമ്മളും ബാബയ്ക്ക് സമാനം ദയാലു, കൃപാലു ആയിരിക്കണം. അതുകൊണ്ട് ഇന്ന് ഈ ലോകത്തെ ദുഃഖി ആത്മാക്കളുടെ ഭക്ത ആത്മാക്കളോട് കരുണ കാണിക്കണം. മേഴ്സിഫുൾ ബനോ, ദയാലു ആയിരിക്കണം. നമുക്കല്ലേ ബാബയുടെ കൂടെ സുഖമുള്ളൂ. ബാക്കി ലോകത്ത് എല്ലാവരും മെജോറിറ്റി ആളുകൾ എന്താ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു? ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുക. दुख बढ़ता जा रहा है. दुखियों पर रहम कर उनको मुक्ति धाम में भेजो. ദുഃഖം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ദിവസം ചൊല്ലും തോറും ദുഃഖത്തിൻ്റെ മലകളാണ് വീണുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പം ബാബ പറയാ ദുഃഖിതരോട് കരുണ കാണിക്കൂ, അവരെ മുക്തിധാമത്തിലേക്ക് അയക്കൂ. സിർഫ് വാണി की सेवा नहीं, लेकिन अभी आवश्यकता है മനസ്സ് और वाणी की सेवा साथ साथ हो. കേവലം വാക്കിൻ്റെ സേവനം, വാചാ സേവനം പോരാ. അതിൻ്റെ അർത്ഥം ക്ലാസ് എടുക്കുക, പ്രഭാഷണം ചെയ്യുക, അത് മാത്രം പോരാ. എന്തുകൂടി വേണം? ഈ പ്രഭാഷണത്തിനൊപ്പം, ക്ലാസ് എടുക്കുന്നതിൻ്റെ ഒപ്പം മനസ്സിൽ നിന്ന്
ആ ഒരു യോഗശക്തിയുടെ ശുഭ വൈബ്രേഷൻ, ശുഭഭാവന, ആ സേവനവും ഒപ്പത്തിനൊപ്പം കൊടുക്കണം. ജ്ഞാനം പറഞ്ഞു കൊടുക്കും വേണം, തത്സമയം ബാബയുടെ ശക്തി ദാനം ചെയ്യും വേണം. ഏക് ഹി സമയ പർ ദോനും സേവ സാത്ത് ഹോ. ഒരേ സമയത്ത് 2 സേവ വേണം. ഏതൊക്കെ 2 സേവ? വാചാ സേവ ചെയ്യണം, മനസാ സേവയും ചെയ്യണം. मनसा और सेवा की वाणी साथ साथ हो तो सिर्फ चांस मिले सेवा का ये नहीं सोचो, चलते फिरते अपने चेहरे चलन द्वारा बाप का परिचय देते हुए चलो. എനിക്ക് പ്രഭാഷണത്തിന് അവസരം ലഭിച്ചാലല്ലേ, അങ്ങനെ മാത്രം ചിന്തിക്കാതെ നടക്കുമ്പോഴും സഞ്ചരിക്കുമ്പോഴും നിങ്ങളുടെ മുഖത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും ഒക്കെ എല്ലാവർക്കും ബാബയുടെ പരിചയം കൊടുത്തുകൊണ്ടിരിക്കൂ. ആപ്കാ ചെഹറ ബാപ്കാ പരിചയ ദേ. മുഖം നമ്മളുടെയാണ് കാണുന്നത്, പക്ഷെ പരിചയം ആരുടെ കിട്ടണം? ബാബയുടെ പരിചയം. നമ്മുടെ മുഖത്തിലൂടെ ബാബയുടെ ശക്തി അനുഭവമാകണം, ബാബയുടെ സ്നേഹം അനുഭവമാകണം. അപ്പം ആരുടെ പരിചയം കിട്ടും? ബാബയുടെ പരിചയം. ആപ്കി ചലൻ ബാബ്കു പ്രത്യക്ഷ കർത്തി ചലേ. നമ്മുടെ പെരുമാറ്റത്തിലൂടെ ബാബയെ പ്രത്യക്ഷപ്പെടുത്തണം. ഈ ലോകത്ത് എല്ലാവരും പെരുമാറുന്ന രീതിയിൽ പെരുമാറാൻ നമുക്ക് പാടില്ല. എന്തുകൊണ്ട്? ഈ ലോകത്ത് അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യണം. നമ്മളോ ബാബയുടെ ആജ്ഞ അനുസരിച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ പെരുമാറ്റത്തിലൂടെ ബാബ പ്രത്യക്ഷപ്പെടണം. ത്വൈസേ സദാ സേവാധാരി ഭൗ. അതുകൊണ്ട് അത്തരം സേവാധാരിയായി, സദാ സേവാധാരിയായി മാറണം. വെറും സേവാധാരിയല്ല. എങ്ങനെയാണ്? സദാ സേവാധാരി. എത്തരം സേവാധാരി? പറഞ്ഞു കൊടുക്കുന്ന സമയം 2 സേവ ഒന്നിച്ച് ചെയ്യണം പറഞ്ഞു ബാബ അല്ലേ. ഒന്ന് പറഞ്ഞു കൊടുക്കണം, ഒപ്പം മനസ്സിൻ്റെ ശുഭഭാവനയും അവർക്ക് കൊടുക്കണം. പിന്നെയോ അതൊന്ന് അവസരം കിട്ടേണ്ട, എല്ലാവർക്കും പ്രഭാഷണം ചെയ്യാനും ക്ലാസ് എടുക്കാനൊന്നും എല്ലാവരും ക്ലാസ് എടുക്കില്ലല്ലോ. അപ്പം മാത്രമല്ല, ബാബ പറയാണ് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും പെരുമാറ്റത്തിലും നമ്മുടെ കർമ്മത്തിലൂടെയും ബാബയുടെ പരിചയം എല്ലാവർക്കും കൊടുക്കണം. മുഖം നമ്മുടെ ആയിരിക്കണം, പരിചയം ബാബയുടെ കിട്ടണം. പെരുമാറ്റം നമ്മുടെ ആയിരിക്കണം, പ്രസിദ്ധനാകേണ്ടത് ബാബയാകണം. ഈ രീതിയിൽ സദാ സേവ ചെയ്യുന്ന സേവാധാരിയായി മാറണം. अच्छा बाप दादा के सामने स्थूल में तो आप सभी बैठे हो, लेकिन सूक्ष्म रूप से चारों मोर के बच्चे दिल में है. അപ്പം നിങ്ങളെല്ലാവരും ബാബയുടെ മുന്നിൽ അല്ലെ. മധുബനിൽ ആരൊക്കെ വന്നിരിക്കുന്നുണ്ട്? അവരൊക്കെ ആരുടെ മുന്നിലാണ്? ബാബയുടെ മുന്നിൽ. പക്ഷെ ബാബ പറയാം, നിങ്ങൾ മാത്രമല്ല എൻ്റെ മുന്നിൽ, ഈ ലോകത്തെ എല്ലാ കുട്ടികളും ബാബയുടെ ഹൃദയത്തിൽ ഇരിക്കുന്നു. ദേഖ് ബി രഹേ ഹെ സുൻ ബി രഹേ ഹെ. കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. ആണല്ലോ, എല്ലാവരും ടി വിയിലൂടെ കാണും. 2006 സമയമല്ലേ, ലൈവായിട്ട് എല്ലാവരും ഇരുന്ന് ബാബയെ കാണുന്ന കാലഘട്ടം. देश विदेश के अनेक बच्चों ने ईमेल द्वारा, पत्रों द्वारा, സന്ദേശവും ദ്വാര യാദ് പ്യാർ ബേജി ഹെ. ദേശവിദേശത്തുള്ള അനേക കുട്ടികൾ ബാബയ്ക്ക് ഇമെയിൽ അയക്കും. ബാബ മിലൻ സമയമാകുമ്പോൾ ലെറ്റർ അയക്കും, സന്ദേശത്തിലൂടെയൊക്കെ. സന്ദേശം പറഞ്ഞ എന്താ അർത്ഥം? സന്ദേശി പൂവല്ലോ വതനത്തിലേക്ക്. അപ്പം എൻ്റെ യാദ് പ്യാർ കൂടി പറയണം കേട്ടോ എന്നൊക്കെ പറയും. അപ്പം ബാബ പറയാണ്, ഇമെയിൽ കിട്ടി ബാബയ്ക്ക്, ലെറ്റർ കിട്ടി, സന്ദേശിയിലൂടെ കിട്ടി. സബിക്ക് നാമസഹിത് ബാബ്ദാദാക്കു യാദ് മിലി ഹെ. എല്ലാവരുടെയും പേര് സഹിതം തന്നെ ബാബയ്ക്ക് നിങ്ങൾ പറഞ്ഞ സ്നേഹസ്മരണ കിട്ടി. ബാബ്ദാദ ദിൽ ഹി ദിൽ മേ സബി ബച്ചോं को सामने देख गीत गा रहे हैं വാ ബച്ചേ വാ. ബാബയാണെങ്കിൽ തൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഏതൊക്കെ കുട്ടി ലെറ്റർ അയച്ചോ, അല്ലെങ്കിൽ ഇമെയിൽ അയച്ചോ, അല്ലെങ്കിൽ സന്ദേശയോട് പറഞ്ഞയച്ചോ, എല്ലാവരും മുന്നിൽ കാണുന്നു. എല്ലാവർക്കും വേണ്ടി ബാബയുടെ ഉള്ളിൽ നിന്ന് ഒരേ ഒരു ആശംസ. ഏതാ? വാ ബച്ചേ വാ. ഹരേക്കോ ഇസ് സമയ ഇമർജ് രൂപ് മേ യാദ് രേത്തി ഹെ. എല്ലാ കുട്ടികളും ബാബയുടെ മുന്നിൽ പ്രത്യക്ഷമായിട്ടുണ്ട്. ഓർമ്മയിൽ മാത്രമല്ല, മുന്നിൽ തന്നെ പ്രത്യക്ഷമായിട്ടുണ്ട്. सब संदेशी को अलग अलग कहते हैं, फलाने ने याद भेजी है, फलाने ने याद भेजी है. बाप कहते हैं, बाप के पास तो सब संकल्प, सब जब संकल्प करते साधन द्वारा पीछे मिलती, स्नेह का संकल्प साधन से भी पहले पहुंच जाता. സന്ദേശി പോകുമ്പോൾ ബാബോട് പറയും, ഗുൽസാദാദിയോടും പറഞ്ഞയക്കും, നമുക്ക് ദാദി ഇന്ന ആളുടെ യാദിപ്യാർ കൊടുക്കണം, ഇന്ന ആളുടെ യാദിപ്യാർ കൊടുക്കണം. ഓരോരുത്തരും വേറെ വേറെ പറയും. പക്ഷെ ബാബ പറയാണ്, ഏത് കുട്ടിയാണോ സങ്കല്പത്തിൽ ബാബയ്ക്ക് സ്നേഹസ്മരണ അയക്കുന്നത്,
ഈ സന്ദേശി പോയിട്ടോ ഇമെയിലോ എത്രയൊക്കെ സമയം പിടിക്കും. പക്ഷേ നമ്മൾ മനസ്സിൽ വിചാരിച്ച് ബാബയ്ക്ക് യാദ് പ്യാർ എന്ന് പറയുമ്പോൾ തന്നെ ആ സ്നേഹസ്മരണകൾ ആരുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു? ബാബ അടുത്ത് എത്തിക്കഴിഞ്ഞു. ടീക്കേന ശരിയല്ലേ? ലെറ്റർ എത്ര നേരം വേണോ ബാബ അടുത്ത് എത്താൻ? വിചാരിക്കുമ്പോഴേക്കും ആ സംഗതി എവിടെ എത്തും? ബാബയുടെ അടുത്ത്. കയ്യോങ്കി യാദ് മിലി ഹേന. ചിലർക്ക് ശിവബാബയുടെ ഓർമ്മ തിരിച്ചും കിട്ടിക്കഴിഞ്ഞു. കിട്ടിയില്ലേ? കിട്ടിയോ? അച്ഛാ അച്ഛാ പഹലെ ഹാത്ത് ഉഠാവോ ജോ പഹലി ബാരി ആയേ ഹെ. ആദ്യമായിട്ട് ഇങ്ങനെ ഇരുന്ന് മുരളി കേൾക്കണ കുട്ടികളൊക്കെ ഒന്ന് കൈ ഉയർത്തിയേ. ബാബയുടെ ബാബാമ്മയാണ് വന്നിട്ടുണ്ട് ഫസ്റ്റാണ്. ആദ്യമായിട്ട് ബാബയെ കാണുന്നവർ ഉണ്ടല്ലോ, കൈ ഉയർത്തിക്കോ. ബാബ പറയാ ആദ്യമായി വന്നൊരു കൈ ഉയർത്ത്. യെ സേവാ മേ ബി പഹലി ബാരി ആയി. അച്ഛാ ബാബ് ദാദാ കഹത്തെ ഹേ പളെ പധാരെ ആപ്കെ ആനെ കി മൗസം ഹേ. ഇവർ സേവയിലും ആദ്യമായിട്ട് വന്നിരിക്കുകയായിരിക്കും. ബാബ പറയാ ഓക്കെ, എന്തായാലും എത്തിച്ചേർന്നല്ലോ, താങ്കൾ എത്തിച്ചേരേണ്ട കാലമാണ് ഇത്, എന്തായാലും എത്തിയല്ലോ അച്ഛ. അപ്പോൾ അന്ന് സേവേരെ സോണാരായെന്ന് പറയൂ, ഇന്ദോറുകാരാണ്. സബ്കെ ഹാത്ത് മേ മേരാ ബാബാ കാ ദിൽ കെ ഷേപ്പ് മേ സിമ്പിൾ ഹെ. അപ്പോൾ ഇന്ദോറിലുള്ള എല്ലാവരും എന്ത് വെച്ചിട്ടുണ്ട്? ഒരു ഹൃദയത്തിൻ്റെ ഷേപ്പിൽ മേരാ ബാബ എന്നൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ ഒരു കാർഡ് പിടിച്ചിരിക്കുക കേട്ടോ. ഹാത്ത് തോ ബഹുത്ത് അച്ഛേ ഹിലാ രഹേ ലേക്കിൻ ദിൽ കോ ബി ഹിലാന. അപ്പം ഇങ്ങനെ മേരാ ബാബ എന്ന് ഹാളിൽ മുഴുവൻ കാണില്ലേ നിങ്ങളിപ്പോൾ? ശാന്തിവനത്തിൽ നമ്മളിപ്പോൾ ഇരിക്കുകയാണ് ഡയമണ്ട് ഹാളിൽ. അപ്പോൾ ബാബ പറയാ കയ്യിൽ നന്നായിട്ട് ഇളകുന്നുണ്ട്, അത് പോരാട്ടോ, ഹൃദയത്തിലും കൂടി എന്ത് വരണപ്പോൾ എൻ്റെ ബാബ എന്ന് ഇളകണം. സിർഫ് യാദ് രഖ്ന ഭൂൽന നഹി മേരാ अच्छा चांस लिया है. बाप दादा सदा कहते हिम्मत रहने वालों को बाप दादा का पदम गुना मदद मिलता है. അപ്പോൾ ബാബ പറയാണ് ഓക്കെ, മറക്കരുത്, എപ്പോഴും മനസ്സിൽ എൻ്റെ ബാബ എന്ന് ഓർമ്മ വേണം. നല്ല ചാൻസ് എടുത്തിരിക്കുന്നു, എല്ലാവരും സേവയ്ക്ക് എത്തിച്ചേർന്നിരിക്കുകയല്ലേ. ബാബ എപ്പോഴും പറയും ആരാണോ ധൈര്യത്തോടെ മുന്നോട്ട് വരുന്ന കുട്ടി അവർക്ക് കോടി കോടി മടങ്ങ് ബാബ സഹായം നൽകുന്നു. ഇപ്പം എല്ലാവർക്കും കിട്ടിയില്ലേ? ആരൊക്കെ ധൈര്യത്തോടെ സേവനത്തിന് ഇറങ്ങുന്നോ അവർക്ക് എന്ത് കിട്ടും? കോടി കോടി മടങ്ങ് സഹായം. तो हिम्मत रखी है ना, अच्छा किया है. इंदौर जोन है, अच्छा है. इंदौर जोन साकार बाबा का लास्ट स्मृति का स्थान है. ഇൻഡോർ സോണാണ്. ഇൻഡോർ സോണിനെ കുറിച്ച് ബാബ അന്തിമ സമയത്ത് അതിനെക്കുറിച്ച് ഒരുപാട് ഓർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛാ ഹെ, അതായത് ബാബ അവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അതിനിപ്പോൾ നമ്മൾ സീനിയേഴ്സാരുടെയും ക്ലാസ് കേട്ടോക്കണം. അപ്പോൾ നമുക്കറിയാം എന്താണ് ബാബയുടെ പ്ലാൻ ആയിരുന്നത്. ഇൻഡോറിനെ കുറിച്ച് എന്തെങ്കിലും ബാബ പ്ലാൻ ചെയ്തിട്ടാവും പോയിട്ടുണ്ടാവുക. അതായിരുന്നു ബാബയുടെ അന്തിമ പ്ലാനിങ്. ത്രേ നല്ല തന്നെ. സബി ബഹുത് ഖുഷ് ഹോ രഹേ ന, गोल्डन लॉटरी मिली है. सोन की सेवा मिलने से सभी सेवादारियों को छुट्टी मिल जाती है और वैसे संज्ञा में मिलती है इतने लाओ, अभी देखो इतने हैं. वो भी सोन को अच्छा चांस है ना, जितने लाने हो लाओ. പണ്ടൊക്കെ അങ്ങനെയായിരുന്നല്ലോ. ആദ്യമൊക്കെ ശാന്തിവനം വരുന്നേക്കാൾ മുന്നൊക്കെ കേവലം ഒരു 5000 ആൾക്ക് മതി, 5000 ആളായി ഇനി ആരും വരണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. എപ്പോഴാണോ ശാന്തിവനം വന്നത് അതിനുശേഷമാണ് നമുക്ക് പരിധിയില്ലാത്ത രീതിയിൽ എത്ര ആളെ വേണമെങ്കിലും കൊണ്ടുപോയി. ഇപ്പം പക്ഷെ ഭയങ്കര സ്ട്രിക്റ്റായി വീണ്ടും കേട്ടോ. അഡ്വാൻസ് പറയാതെ പെട്ടെന്ന് പോകാൻ നോക്കിയാൽ ഇപ്പോൾ എൻട്രി പോലും ഇല്ല. മധുബൻ നമുക്ക് ലെറ്റർ തന്നെ തരൂല, പെർമിഷൻ ലെറ്റർ തന്നെ തരൂല. പക്ഷെ അന്നൊക്കെ ഭയങ്കര ഈസി ആയിരുന്നു, എത്ര ആളെ വേണമെങ്കിൽ സേവയ്ക്ക് കൊണ്ടുവരാം. ഇപ്പോൾ നമ്മുടെ കർണാടക സോണാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും എത്ര ആൾക്ക് വേണമെങ്കിൽ പോവാം. ഇൻഡോർ സോണായിരിക്കുമ്പോൾ അപ്പോൾ എന്ത് ചെയ്യും? എത്ര ആൾക്ക് വേണമെങ്കിലും സേവയ്ക്ക് വരാനായിട്ട് സാധിക്കും. अच्छा ये भी जो सोन को अच्छा चांस है ना, जितने लाने हो लाओ. तो आप सभी का थोड़ा समय में पुण्य का खाता कितना बड़ा इकट्ठा हो गया है. മധുബനിൽ സേവ ചെയ്യുക അല്ലെങ്കിൽ ബാബയുടെ വീട്ടിൽ സേവ ചെയ്യുക, കുറച്ച് സമയം കൊണ്ട് ഒരുപാട് പുണ്യം സമ്പാദിക്കാൻ പറ്റും. അതെങ്ങനെയാ? സെൻറ്ററിൽ സേവനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മധുബനത്തിലാണെങ്കിൽ അൺലിമിറ്റഡ്. സെൻറ്റർ എന്ന് വെച്ചാൽ കുറച്ച് ആളുകൾക്കല്ലേ എത്തുന്നുള്ളൂ. മധുബൻ എന്ന് വെച്ചാലോ പരിധിയില്ലാത്ത ആളുകൾക്ക് ഓരോ കർമ്മത്തിൻ്റെ ഫലം ചേരും. അത് കുറച്ച് സമയം കൊണ്ട് ഒരുപാട് സേവനം ചെയ്യാൻ പറ്റും, ഒരുപാട് പുണ്യം സമ്പാദിക്കാൻ പറ്റും സേവ ചെയ്യുമ്പോൾ. അതെങ്ങനെയാ? ടെക്നിക്ക് എന്താ? यस, बाबा एक्सप्लेन कर रहे हैं. ये सेवा दिल से करना, अर्थात
अपने पुण्य का खाता തീവ്രഗതി से बढ़ाना. സേവ നമ്മൾ മനസ്സുകൊണ്ട് ചെയ്യുമ്പോൾ, ഇഷ്ടപ്പെട്ട് ഹൃദയം കൊണ്ട് നിങ്ങൾ സേവ ചെയ്താൽ, സേവ പുണ്യത്തിൻ്റെ നിങ്ങളുടെ കണക്ക് അതിവേഗം വർദ്ധിക്കും. ക്യോങ്കി സങ്കൽപ്പ്, സമയ और ശരീർ തീനോ സഫൽ കയാ. ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ മനസ്സിന് ഇഷ്ടം ഉണ്ടാവില്ലേ ചെയ്യാൻ. അപ്പം സങ്കല്പം, പിന്നെ ആ സമയം നമ്മൾ ഉപയോഗിക്കുകയില്ല അതിനു വേണ്ടി. സമയം, സങ്കല്പവും സമയം ഉപയോഗിക്കുമ്പോൾ ശരീരം അവിടെ ചേർന്നല്ലോ. അപ്പോൾ 3 കാര്യങ്ങൾ ഒന്നിച്ച് ചേർത്താണ് നമ്മൾ സേവ ചെയ്യുന്നത്. സങ്കല്പ ബി ചലേഗ तो यज्ञ सेवा का, समय भी यज्ञ सेवा में व्यतीत हुआ, शरीर भी यज्ञ सेवा में अर्पण किया. നമ്മുടെ പ്ലാനിങ് നോക്കിയാൽ മനസ്സിലെ വിചാരങ്ങളൊക്കെ എന്തിനെ കുറിച്ചായിരിക്കും? യജ്ഞസേവയെക്കുറിച്ച്. സമയം ചെലവഴിക്കുന്നത് എവിടെയായിരിക്കും? യജ്ഞസേവനത്തിൽ. ശരീരം ഉപയോഗിക്കുന്നത് എവിടെയായിരിക്കും? യജ്ഞസേവനത്തിൽ. तो सेवा है या मेवा है? ഒരടിക്ക് 3 സമ്പാദ്യം. അപ്പോൾ ബാബ ചോദിക്കും, ഇത് സേവയാണോ അതോ ഫലാണോ? प्रत्यक्ष फल यज्ञ सेवा करते किसी के पास कोई व्यर्थ संकल्प आया किसके पास? പ്രത്യക്ഷ ഫലം യജ്ഞസേവ ചെയ്യുമ്പോൾ ആർക്കൊരു വ്യർത്ഥ സങ്കല്പം ഉണ്ടാവില്ല അല്ലേ? അറിയാത്ത കാര്യം ചെയ്യാൻ പറഞ്ഞാൽ പോലും ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്യും. ഹെവി ഡ്യൂട്ടി ആയിരിക്കും ചിലപ്പോൾ. കഴിഞ്ഞ ഒരു പ്രാവശ്യം നമ്മളിവിടെ നിന്ന് സേവയ്ക്ക് പോയ ഭായിമാരൊക്കെ പറയണ്ടേ, അവിടെയൊക്കെ അരി വെക്കുന്ന, ചോറ് എടുക്കുന്ന പാത്രമൊക്കെ എത്ര വലുതാവും. അതൊന്നും ഓഫീസിൽ പേന മാത്രം പഠിച്ച് ശീലമുള്ളവരോട് ഇത്രയും വലിയ വലിയ അണ്ടാവൊക്കെ എടുത്ത് പൊക്കാൻ പറഞ്ഞാൽ ഒരു ഐഡിയ ഉണ്ടോ? പക്ഷേ എൻ്റെ ബാബാ എന്ന് പറയുമ്പോൾ അതങ്ങ് പൊന്തും, അനുഭവമാവും. നമ്മൾ സബ്ജി ഡിപ്പാർട്ട്മെൻറ്റിൽ പണ്ട് ബേഞ്ചിൽ കൂടെ സേവ ചെയ്തില്ലായിരുന്നു. ഇപ്പം ഇവിടെ ഭായിമാരൊക്കെ പറയും, ചാക്ക് പുറത്തെടുത്ത് ശീലമൊന്നുമില്ല, ഉരുളക്കിഴങ്ങ് ചാക്ക് ചാക്കായിട്ടാണ് വരിക. അതെടുക്കുമ്പോൾ ബാബാ എന്ന് പറഞ്ഞ് എടുക്കുമ്പോൾ അത് കഴിഞ്ഞിട്ടൊരു ബോഡി പെയിനോ പ്രയാസമോ ഒന്നുമില്ല. കാരണം ഭഗവാന്റെ കാര്യം നമ്മളിലൂടെ ചെയ്യിക്കുകയാണ്. അവിടുത്തെ ചട്ടുകം പിടിക്കണമെങ്കിൽ എങ്ങനെയുണ്ടാവും? ഇളക്കാൻ പറ്റുമോ? സാധാരണക്കാർക്ക് പൊന്തും കൂടിയില്ല. ബാബയുടെ യോഗി മക്കൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ ബാബ പറയാ, നമ്മുടെ ഉള്ളിൽ വ്യർത്ഥ സങ്കല്പങ്ങൾ വരില്ല. ആയാ കിസ്കെ പാസ്, ആർക്കെങ്കിലും വന്നോ? കുശ് രഹേ കുശി ബാണ്ടി. സേവ കഴിയുമ്പോൾ സന്തോഷമല്ല പറയാ, എത്ര വലിയ കാര്യം ഞങ്ങൾ ചെയ്തിട്ട് തന്നെ സന്തോഷം പങ്കുവയ്ക്കും. तो ये जो यहाँ गोल्डन अनुभव किया, इस अनुभव को वहाँ भी इमर्ज कर बढ़ाते रहना. അപ്പോൾ എങ്ങനെയാണോ മധുബനത്തിൽ ഇതൊരു സൗർണിമ അവസരമായിട്ട് നിങ്ങൾ അനുഭവം ചെയ്തത്, ഈ അനുഭവം നിങ്ങളുടെ സെൻറ്ററിലും വീട്ടിലും ഓർമ്മിച്ച് മുന്നേറ്റണം. कभी भी कोई माया का संकल्प भी आवे, मन के विमान में शांतिवन में पहुंचाना. എപ്പോഴെങ്കിലും മായ സങ്കല്പത്തിൽ മനസ്സിൽ വന്നാണ്ടല്ലോ, നിങ്ങൾ അതിനെ മാറ്റിയിട്ട് വേഗം വിമാനത്തിൽ ശാന്തിവനത്തിലെത്തണം. ഏത് വിമാനത്തിൽ? മനസ്സിൻ്റെ വിമാനത്തിൽ ശാന്തിവനത്തിലെത്തണം. മൻകാ വിമാൻ തോ ഹേന, സ്വന്തം വിമാനം ഉണ്ടോ കയ്യിൽ? ഉണ്ടോ? മനസ്സിൻ്റെ വിമാനം. സഭിക്ക് പാസ് മൻകാ വിമാനം. മനസ്സിൻ്റെ വിമാനം ഇല്ലാത്ത ഒരാളുണ്ടാവില്ല. വിമാനമില്ലേ? ടിക്കറ്റ് കൂടി ഫ്രീ ആ വിമാനത്തിൽ യാത്ര ചെയ്യാൻ. അതിൻ്റെ പൈലറ്റും നമുക്കാവാൻ പറ്റും അല്ലേ? ഇവിടുത്തെ പൈലറ്റ് ആയില്ലെങ്കിലും. ബാബ്ദാദാ ने हर ब्राह्मण को जन्म की सौगात श्रेष्ठ मन का विमान दे दिया है. ശിവബാബ ജന്മ സമ്മാനായിക്കൊണ്ട് എല്ലാവർക്കും ഒരു വിമാനം തന്നു. ഏതാ വിമാനം? ശ്രേഷ്ഠ മനസ്സ്. ശ്രേഷ്ഠ മനസ്സ് സമ്മാനം കിട്ടി. ഈ വിമാനമേ സ്യാദാ മെഹനത്ത് नहीं करनी पड़ती. ശ്രേഷ്ഠ മനസ്സെന്ന വിമാനമുള്ളവർക്കുണ്ടല്ലോ, അധ്വാനം കുറവാണ്. സ്റ്റാർട്ട് കർണ ഹെ തോ, അത് സ്റ്റാർട്ട് ചെയ്യാൻ എളുപ്പമാണ്. ഒരു സ്വിച്ചേ ഉള്ളൂ. ആ സ്വിച്ച് ഏതാ? മേരാ ബാബാ ബസ്. ഇപ്പോഴത്തെ ഇതിൽ കാണിക്കുമല്ലോ, പുതിയ എല്ലാത്തിനും ഇങ്ങനെ റെഡ് ബട്ടൺ ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ വിമാനം പൊന്തി, ട്രെയിൻ പോയി, ഇങ്ങനെയൊക്കെ കാണിക്കുന്നില്ലേ AI ഉപയോഗിച്ചിട്ട്? അതേപോലെ നമ്മുടെ ശ്രേഷ്ഠ മനസ്സെന്ന വിമാനത്തിന് ശിവബാബടുത്തെത്താൻ, ശാന്തിവനത്തിലെത്താൻ ഒരു റെഡ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ആ റെഡ് ബട്ടൺ ഏതാ? ശിവബാബേനെ പരന്താമത്തിൽ കണ്ടുകൊണ്ട് എൻ്റെ ബാബ ബസ് ചലാന ആത്താ ഹേ നാ വിമാൻ. വിമാനം പറത്താൻ അറിയോ? तो जब भी कुछ भी मधुबन में कुछ भी हो मधुबन में पहुंचाओ. भक्ति मार्ग में 4 धाम करने वाले अपने को बहुत भाग्यवान समझते हैं. ഭക്തി എന്ത് സംഭവിച്ചാലും ഉടനടി വിമാനത്തെ കയറുക, മധുബനത്തിൽ പോയിട്ട് വരാം.
ഭക്തിയിലും അതെ, 4 ധാമം ചുറ്റാൻ പോവാ ഇല്ലേ, 4 അമ്പലം ചുറ്റലും 4 ധാമം ചുറ്റലൊക്കെ ഭയങ്കര ഭാഗ്യമായിട്ട് മനസ്സിലാക്കും. മധുബൻ മേം ബി 4 ധാം ഹേ, तो 4 ധാം കിയേ. ബാബ പറയാം മധുബനത്തിൽ 4 ധാമമുണ്ട്. 4 ധാമം കറങ്ങിയോ? ഏതൊക്കെ 4 ധാമം? ഏതൊക്കെ 4 ധാമം? പാണ്ഡവ് ഭവൻ മേ ദേഖോ, എവിടെ 4 ധാമല്ലേ? പാണ്ഡവ് ഭവനിലേക്ക് വരൂ. 4 ധാം ഹേ, जो भी आते हो तो पांडव भवन तो जाते हो ना, एक शांति स्तंभ മഹാധാം. ബാബ പറയാം ആര് വന്നാലും പാണ്ഡവൻ കാണാതെ നമ്മൾ മധുബൻ പൂർത്തിയാവോ? ഇല്ലല്ലോ. ഒന്നാമത്തെ സ്ഥാനം ഏതാ? ശാന്തി സ്തംഭം, അത് മഹാധാമം. ദൂസര ശാന്തി സ്തംഭം ഏതാ? ബാബ സമ്പൂർണ്ണായ, എല്ലാവർക്കും അറിയാലോ അല്ലേ ശാന്തി സ്തംഭം എന്താന്ന്? കേൾക്കുന്ന വല്ല പുതിയ കുട്ടികളുണ്ടെങ്കിൽ വേണ്ടി പറഞ്ഞു തരാം സിസ്റ്റർ. ബാബ സമ്പൂർണ്ണമായി കഴിഞ്ഞതിന് ശേഷം ആ പാർത്ഥിവ ശരീരം ഭസ്മായി ആ ചിതാഭസ്മം വെച്ച സ്ഥലമാണ് ഏത്? ശാന്തി. അന്നത്തെ ടെന്നീസ് കോർട്ടായിരുന്നു, അതുകൊണ്ട് മഹാധാമം. രണ്ടാമത്തത് ഏതാണ്? ബാബാക്കി കമര, ബാബയുടെ മുറി. ബാബയുടെ മുറി പോവച്ച എന്താ അർത്ഥം? സ്നേഹത്തിൽ ബാബയുമായിട്ട് അലിഞ്ഞു ചേരുക. അപ്പൊ ബാബ അതിന് പറയാണ് സ്നേഹക്കാധാം. എന്താണ്? സ്നേഹത്തിന്റെ ധാമം. തീസരാഹെ ജോപ്പടി, മൂന്നാമത്തത് ഏതാ? കുടില്. ബാബയും മക്കളും തമ്മിൽ ബാബ എല്ലാ കുട്ടികൾക്കും ലെറ്റർ എഴുതിയിരുന്നത് കുടില് വെച്ചല്ലേ. तो बाबा कहते स्नेह मिलन का धाम. 14 हिस्ट्री ഹാൾ, आप सभी ने 4 धाम किए. നാലാമത്തത് ഏതാ? ഹിസ്റ്ററി ഹാൾ. നമ്മളൊക്കെ പോകുമ്പോൾ കയറി കാണുമല്ലോ, പോവാത്തവർ കൊണ്ടുപോകുമ്പോൾ കാണിച്ചു തരണ്ട കേട്ടോ. ബാബയും മമ്മിയും കുട്ടികളൊക്കെ ആദ്യം തൊട്ടിരുന്ന് ക്ലാസ് ചെയ്തിരുന്ന ബാബ അന്ന് കൈകൊണ്ട് വരച്ച ചിത്രങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് അവിടെ. അതാണ് ഹിസ്റ്ററി ഹാൾ. ഹിസ്റ്ററി ഹാളിൽ യജ്ഞത്തിൻ്റെ ആദ്യ കാലഘട്ടത്തെ ചിത്രങ്ങളൊക്കെ അലങ്കരിച്ചു വെച്ചിട്ടുണ്ട്. 4 ധാമം तो മഹാൻ ഭാഗ്യവാൻ तो हो ही गए. ഈ 4 ധാമം കറങ്ങിയാൽ ഏതൊക്കെയാ? ശാന്തിധാമം, ബാബയുടെ മുറി, ബാബയുടെ കുടില്, പിന്നെ ഹിസ്റ്ററി ഹാൾ. ഈ 4 ധാമം കറങ്ങിക്കഴിഞ്ഞാൽ ഭാഗ്യശാലിയായി. അഭി കിസി ബി ധാം കോ യാദ് കർ ലേന, കബ് ഉദാസ് ഹോ ജാവോ तो झोपड़ी में रूहान करने आ जाना. ഇപ്പൊ നിങ്ങൾക്ക് ഏത് ധാമത്തിൽ വേണമെങ്കിലും ബാബ ഓടി വരാം. ബാബ പറയാം വല്ല മൂഡ് ഓഫ് ആവുമ്പോൾ എവിടേക്ക് ഓടി വരണ്ടേ? ബാബയുടെ കുടിലേക്ക് ഓടി വരും. ശക്തിശാലി ബനനേക്ക് ആവശ്യകത ഹോ, ബാബയുടെ നിന്ന് ഒരുപാട് ശക്തി കിട്ടേണ്ട സമയമാണെങ്കിൽ ശാന്തി സ്തംഭത്തിൽ എത്തിച്ചേരണം. വേസ്റ്റ് തോട്ട്സ് ബഹു തേസ് ഹോ, ബഹുത് ഫാസ്റ്റ് ഹോ. മനസ്സിങ്ങനെ വേസ്റ്റ് തോട്ട്സിന്റെ കൊടുങ്കാറ്റ് വീശെന്ന് വിചാരിച്ചോ, അതിനൊരു ബ്രേക്ക് ഇടണം. അപ്പൊ എന്താ ചെയ്യാ? हिस्ट्री हाल में आ जाओ. समान रहने का दृढ़ संकल्प उत्पन्न हो तो बाप दादा के कमरे में आ जाना. ബാബയ്ക്ക് സമാനാകണം ദൃഢസങ്കല്പാണോ? ബാബയുടെ മുറിയിൽ വരിക. ഹിസ്റ്ററി ഹാളിൽ പോകാൻ പറ്റിയില്ല വിചാരിച്ചോളൂ, നിങ്ങൾ ആദിദേവൻ കുറച്ചിരുന്ന് അങ്ങ് വായിക്കൂ ഏതെങ്കിലും ഭാഗമൊക്കെ. മനസ്സിന്റെ വ്യർത്ഥ സങ്കല്പമൊക്കെ പറന്നു പോവും. ഹിസ്റ്ററി ഹാളിലുള്ളതൊക്കെ എന്താ? ആദിദേവനിലെ ഭാവങ്ങളല്ല ചിത്രങ്ങളാക്കി വെച്ചിരിക്കണേ. പിന്നെ പുസ്തകം വായിക്കണമെങ്കിൽ ഒരു ലഹരി വേണം, വേണ്ടേ? ബുക്ക് റീഡിങ് എളുപ്പമല്ലല്ലോ. ബട്ട് ചിത്രങ്ങൾ കാണുമ്പോൾ മനസ്സിന് ആ ഓർമ്മകൾ വരും, വ്യർത്ഥ സങ്കല്പമൊക്കെ പോവും. അതുകൊണ്ടാണ് ബാബ മനസ്സിൽ ഒരുപാട് വേസ്റ്റ് തോട്ട്സ് വരികയാണെങ്കിൽ എവിടെ പോയാൽ മതി? ഹിസ്റ്ററി ഹാളിൽ. ശക്തി കിട്ടണമെങ്കിൽ എവിടെ പോകണം? ശാന്തി സ്തംഭം. കാരണം ബാബയുടെ ത്യാഗത്തിൻ്റെ ശക്തി, പൂർണ്ണതയുടെ എന്തെല്ലാം പ്രശ്നം വന്നിട്ടും ഭഗവാന്റെ കൂടെ നിന്നുകൊണ്ട് ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് ആ മഹാതപസ്യയുടെ സ്ഥാനത്തെത്തുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ത്യാഗത്തിൻ്റെ ശക്തി ഉണരും. അതുകൊണ്ട് ബാബ പറയും നിങ്ങൾക്ക് ശക്തി വേണ്ട സമയമാണോ? ശാന്തി സ്തംഭത്തിൻ്റെ അടുത്ത് വരൂ. എന്തെങ്കിലും മൂഡ് ഓഫ് ആയിരിക്കുകയാണോ? ബാബയുടെ റൂമിൽ എത്തിച്ചേരൂ. ബാബയോട് സ്നേഹത്തോടെ സംസാരിക്കൂ. വേണ്ടാത്ത വിചാരങ്ങൾ കൊണ്ട് മനസ്സ് കൊടുങ്കാറ്റാണോ? ഉടനടി ഹിസ്റ്ററി ഹാളിലെത്തി അവിടുത്തെ ഓർമ്മകളിൽ മുഴുകും. अच्छा तो अच्छा है सभी ने गोल्डन चांस लिया, लेकिन वहाँ लेते भी सदा गोल्डन चांस लेते रहना. എല്ലാവരും ഗോൾഡൻ ചാൻസ് എടുത്തിരിക്കുന്നു, നല്ല കാര്യം തന്നെ. പക്ഷെ നാട്ടിലിരിക്കുമ്പോഴും ഇതേ ഗോൾഡൻ ചാൻസ് നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കണം. അച്ഛ ഹിമ്മത്ത് വാൻ അച്ഛേ ഹേ. എന്താ പറയുക, എല്ലാവരും നല്ല ധൈര്യശാലികളാണ്. കേഡ് ഗ്രൂപ്പ് വാലെ
അന്നൊക്കെ വിങ് വൈസ് ആയല്ലോ, 2006 വിങ് ആണല്ലോ. ദിൽവാലെ ബൈറ്റെ ബഹുത്ത് അച്ചി കോൺഫറൻസ് സബ്നെ മിൽക്കർക്കി. അപ്പോൾ നല്ല നമ്മുടെ കാഡിൻ്റെ വലിയൊരു കോൺഫറൻസ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ബാബ പറയാ അച്ഛാ കിയാ ഹെ, ആപ്പസ് മേ മീറ്റിംഗ് ബി കി ഹെ, പ്രസിഡന്റ് ജോ ഹെ ഉസ്കി ബി ഇച്ഛാ ഹെ, യേ കാര്യം ഹോനാ ചാഹിയെ. എല്ലാവരും ഒന്നിച്ചേർന്ന് നല്ല മീറ്റിംഗ് നടത്തിയിരിക്കുന്നു. അന്നത്തെ പ്രസിഡന്റിനും ഇത് നടക്കേണ്ട കാര്യമാണ് എന്ന് സങ്കല്പം വന്നു. തോ ജൈസെ ഉസ്കി ഇച്ഛാ ഹെ उसको भी साथ मिलाते हुए आगे बढ़ाते रहो. साथ साथ जो ब्राह्मणों की मीटिंग है उसमें भी अपने प्रोग्राम का समाचार सुना करके राय ले लेना. तो ब्राह्मणों की राय से और शक्ति बढ़ जाती है. അപ്പോൾ പ്രസിഡൻ്റൊക്കെ ചേർന്ന് ഗവൺമെൻറ്റിൻ്റെ കൂടെ ചേർന്ന് മീറ്റിംഗ് ഒക്കെ നടത്തി. ഓക്കെ, വെരി ഗുഡ്. ബാബ പറയാണ് ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ പ്രകാരം നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തോളൂ, പക്ഷേ അതിനു മുന്നേ ബ്രാഹ്മണന്മാർ ഒന്നിച്ച് ചേർക്കണം. ബ്രാഹ്മണരുടെ അഭിപ്രായങ്ങളെ നിങ്ങൾ സ്വീകരിക്കണം. കാരണം എവിടെയാണോ ബ്രാഹ്മണന്മാരുടെ അഭിപ്രായം ഒന്നിച്ച് ചേരുന്നത് അവിടെയാണ് ശക്തി ലഭിക്കുന്നത്. ബാക്കി കാര്യ അച്ഛാ ഹെ കർത്തേ ചലോ ഫൈലാത്തേ ചലോ, ഭാരതിക്ക് വിശേഷത പ്രകട കർത്തേ ചലോ. കാര്യം നല്ലതാണ്, ചെയ്തുകൊണ്ടിരിക്കൂ, ഇനിയും ഇതിനെ സ്പ്രെഡ് ചെയ്യൂ. ബാബ പറയാ ഭാരതത്തിൻ്റെ വിശേഷത ഓരോ ദിവസം ചെല്ലും തോറും പ്രകടമാക്കിക്കൊണ്ടിരിക്കൂ. മെഹനത്ത് അച്ചി കർ രഹേ ഹോ, പ്രോഗ്രാം ബി അച്ചാക്കിയ, നല്ല രീതിയിൽ പരിശ്രമിക്കുന്നുണ്ട്, നല്ല പ്രോഗ്രാമും ചെയ്യുന്നുണ്ട്. അവർ ദിൽ വാലോനെ അപ്പണി ബഡി ദിൽ ദിഖായി ഉസ്കി മുബാരക് ഹോ. എന്തായാലും കാഡ് ടീം, അതാണ് ദിൽവാലെ എന്ന ബാബ അവരെ വിളിക്കുന്നത്, സംച്ചാ അവർ വലിയ മനസ്സ് കാണിച്ചു, അതിനവർക്ക് ഒരുപാട് ആശംസകൾ. അച്ഛാ डबल विदेशी भाई बहनें, अच्छा है हर ट्रेन में डबल विदेशियों का आना इस संगठन को 4 चांद लगा देता है. ഡബിൾ വിദേശികൾ എല്ലാ ട്രെയിനിലും ആര് വരും? ഡബിൾ വിദേശി. അപ്പോൾ ബാബ പറയാ ഡബിൾ വിദേശികൾ ഉണ്ടാവുക എന്നുള്ളത് തന്നെ വലിയൊരു അലങ്കാര. അങ്ങനെയല്ലേ? കേവലം ഭാരതീയർ മാത്രമല്ലാതെ വിദേശികൾ കൂടി നമ്മുടെ ആ ഒരു ടീമിൽ ഉണ്ടാകുമ്പോൾ, അഥവാ നമ്മുടെ ബാബാമേനൻ ഉണ്ടാകുമ്പോൾ അത് എല്ലാവർക്കും ഒരു ശോഭയല്ലേ? डबल विदेशियों को देखकर सभी को उमंग भी आता. सब डबल विदेशी डबल उमंग उत्साह से आगे उड़ रहे हो, चल नहीं रहे, उड़ रहे हैं. ऐसे हैं ഡബിൾ വിദേശികളൊക്കെ അത്രയധികം ഉത്സാഹത്തോടെ പറന്നുകൊണ്ടിരിക്കുകയാണ്, നടക്കല്ല. ബാബ പറയാം അങ്ങനെയല്ലേ? ഉടനെ വാലേ ഹോ യാ ചലനെ വാലേ, ജോ സദാ ഉടുത്താ രേത്താ ചൽത്താ നഹി വോ ഹാത്ത് ഉടാവോ. ആരാ പറക്കുന്നവരാണോ നടക്കുന്നവരാണോ? എന്താ ബാബ വിദേശികളോട് മാത്രമേ പറയുന്നു? ആരോടും കൂടി പറയുന്നുണ്ട്? നമ്മളോട്. അപ്പം ബാബ ചോദിക്കുക സദാ നടക്കല്ല പറക്ക ചെയ്യുന്നുള്ളവർക്കൊന്ന് കൈ ഉയർത്തിയേ. പറക്കണില്ലേ? ആ तो जो सदा उड़ता रहता चलता नहीं वो हाथ उड़ाओ. अच्छा वैसे भी देखो विमान में उड़ते ही आना पड़ता, तो उड़ने का तो आपको अभ्यास है ही. वो शरीर से उड़ने का, ये मन से उड़ने का हिम्मत भी अच्छी रखी है. ബാബ പറയുക വിദേശികൾക്ക് എന്തായാലും ഭാരതത്തിൽ ബാബയെ കാണാൻ വരണമെങ്കിൽ വിമാനത്തിൽ കയറി വന്നേ പറ്റൂ. അവർക്ക് ട്രെയിനൊന്നും കിട്ടി വരില്ലല്ലോ. നിങ്ങൾക്ക് വിമാനത്തിൽ കയറുന്ന അഭ്യാസം നന്നായിട്ടുണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നല്ല ധൈര്യവും വെച്ച കുട്ടികളാണ്. ബാബ്ദാദാനി ദേക്ക കഹാ കോനെ കോനെ സെ അപ്പനെ ബച്ചും കോ ഡൂണ്ട് ലിയാ ഹേ നാ. ബാബ പറയാണ് ബാബ ലോകത്തിൻ്റെ ഓരോ മുക്കുന്നും മൂലയെന്നും അല്ലെ, ഓസ്ട്രേലിയയിൽ ആഫ്രിക്കയിൽ നിന്നൊക്കെ അല്ലേ പിടിച്ചു കൊണ്ടുവന്നിരിക്കണേ. അപ്പോൾ എന്നെ കണ്ടെത്തിയില്ലേ? ബഹുത് അച്ഛാ ഹെ कहलाने में डबल विदेशी, वैसे तो ओरिजिनल भारत के हैं. और राज भी कहाँ करना है? ഭാരത് में करना है ना. പറയുമ്പോൾ ഡബിൾ വിദേശികളാണ്, കാരണം ആസ്ട്രേലിയക്കാരോ ആഫ്രിക്കക്കാരോ അല്ലെങ്കിൽ UK ഒക്കെ ആയിരിക്കും. അപ്പം നമ്മളോട് എന്താ പറയുക? ഡബിൾ വിദേശി. ഒറിജിനൽ അവരെവിടത്തുകാരാ? ഭാരതീയരാണ്. അല്ലെങ്കിൽ സനാതന ധർമ്മത്തിൽ വന്ന് ദേവതകളായി ജനിച്ച് ഇപ്പോൾ വിദേശികളായി പോയിരിക്കണമെന്നേ ഉള്ളൂ. അവരുടെ ബേസ് നോക്കിക്കഴിഞ്ഞാൽ അത് ആദ്യ ജന്മങ്ങൾ അവരെവിടെയായിരുന്നു? ഭാരതത്തിൽ. ഇപ്പോൾ ബാബ പറയാ ഭരിക്കേണ്ടത് എവിടെ തന്നെയാണ്? സത്യത്തിൽ UK ഉണ്ടാവോ? ആസ്ട്രേലിയ ഉണ്ടാവോ? അപ്പോൾ ഭരണവും ഭാരതത്തിനെയല്ലേ. ലേക്കിൻ സേവാർത്ഥ 5 ही घंटों में पहुंच गए. സേവയ്ക്ക് വേണ്ടി ഈ ദേവതകളൊക്കെ എവിടെ പോയി ജനിച്ചിരിക്കുക? മറ്റ് 5 ഭൂഖണ്ഡങ്ങളിലും ജനിച്ചു. और 5 ही घंटों में भिन्न भिन्न स्थान में सेवा भी अच्छी उमंग उत्साह से कर रहे हैं.
5 ഭൂഖണ്ഡങ്ങളിലും വ്യത്യസ്ത സ്ഥലങ്ങളിൽ കുട്ടികൾ അത്ര ഉത്സാഹത്തോടെ സേവ ചെയ്യുന്നു. വിഘ്ന വിനാശക് ഹോന, കൊയ് ഭി വിഘ്ന ആവേ ഘബരാനെ വാലെ തോ നഹീ ഹോന. ഏത് വിഘ്നം വന്നാലും പേടിയൊന്നുമില്ലല്ലോ. ये क्यों हो रहा है, ये क्या हो रही है? नहीं, നമ്മളവിടുത്തെ പോലെ അല്ലല്ലോ. സാരില്ല. എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ, അവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം ചിലയിടത്ത് ബ്രഹ്മകുമാരി എന്നുള്ള പേര് പോലും പറയാൻ പറ്റില്ല. ചൈനയിലൊക്കെ നമ്മുടെ സെൻറ്റർ ഉണ്ടല്ലോ, അവിടെ ആരെങ്കിലും വീക്കെന്ന് അറിയും കൂടി ഇല്ല. ഈവൻ സിസ്റ്റർ പോലും വെള്ളിയും വെള്ളിട്ട് നടക്കൂല പുറത്ത്. എത്ര ഗുപ്തമായി എന്തെല്ലാം പ്രശ്നങ്ങളെ ഫേസ് ചെയ്തുകൊണ്ടാണ് വിദേശികളൊക്കെ സേവനം ചെയ്യുന്നത്. जो होता है उसमें हमारी और हिम्मत बढ़ाने का साधन है. എന്താണോ സംഭവിക്കുന്നത് അതിന് നമ്മുടെ ധൈര്യം വർദ്ധിപ്പിക്കാനുള്ള സാധനം. घबराने का नहीं, उमंग उत्साह बढ़ाने का साधन है. ऐसे पक्का हो ना, ഭയപ്പെടാനുള്ളതല്ല, ഉത്സാഹ ഉന്മേഷം വർദ്ധിപ്പിക്കാനുള്ളതാണ്. ബാബ ചോദിക്കും, ഉറപ്പല്ലേ? പക്കേ ഹോ യാ ധോടാ ധോടാ കച്ചേ. എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴേക്കും എൻ്റെ ഭഗവാനെ ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല, അങ്ങനെ പറയോ? അങ്ങനെ പറയോ? ഉറപ്പല്ലേ? ധൈര്യല്ലേ? ധൈര്യം ഉണ്ടോ? ഉത്തരം പറഞ്ഞെങ്കിൽ മുന്നോട്ട് പോയില്ല കേട്ടോ. അച്ഛാ ശബ്ദ അച്ഛാ നഹീ ലഗ്ത. ബാബയ്ക്ക് ധൈര്യമില്ല, പാകായി ഇഷ്ടമല്ല. പക്കേ ഹെ, പക്കേ രഹെങ്കെ, പക്കേ ഹോക്കെ സാത്ത് ചലെങ്കെ. എല്ലാവരും പക്ക ഉറച്ചവരായിരിക്കും, ഉറച്ചവരായി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. ദാദി ജാനകി ഓസ്ട്രേലിയ का चक्कर लगा कर आई है, उन्होंने बहुत याद दी है. ജാനകി ദാദി ഓസ്ട്രേലിയ ചുറ്റിക്കറങ്ങി വന്നിരിക്കുകയാണ്. അവരൊരുപാട് സ്മൃതികൾ തന്നിട്ടുണ്ട്, അത്രേ സ്നേഹസ്മൃതികൾ. बाप दादा के पास ईमेल में भी संदेश आए. बाप दादा देखते हैं आजकल बड़े प्रोग्राम भी ऐसे हो गए जैसे हुए ही पड़े हैं. ഇപ്പം ജാനകിദാദി പറഞ്ഞു, ബാബ എല്ലാവരും ഒരുപാട് സ്നേഹസ്മരണ ഓസ്ട്രേലിയ കുട്ടികൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ ബാബ പറയാ, ഇമെയിലും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ബാബയ്ക്ക് ഇമെയിൽ എത്തി. ബാബ്ദാദ കാണുന്നു, വലിയ വലിയ പ്രോഗ്രാമുകളും സംഭവിച്ചു കഴിഞ്ഞ കാര്യം ചെയ്യും പോലെ സഹജമായിരിക്കുന്നു. സബി സീഖ് ഗയേ, എല്ലാവരും പഠിച്ചു കഴിഞ്ഞു. ബാബ്ദാദ देखते हैं आजकल बड़े प्रोग्राम भी ऐसे हो गए जैसे हुए ही पड़े हैं. सभी सीख गए. सेवा के साधनों को कार्य में लगाने का अच्छा अभ्यास हो गया. സേവയുടെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാനുള്ള നല്ല അഭ്യാസമായിരിക്കണം. ബാബ്ദാദ को ऑस्ट्रेलिया नंबर 1 दिखाई देता है, लेकिन अभी यूके थोड़ा नंबर आगे जा रहा है. ബാബയ്ക്ക് ഇന്ന് ഓസ്ട്രേലിയയാണ് നമ്പർ 1 ആയി കാണുന്നത്. UK കുറച്ചുകൂടി മുന്നോട്ട് പോകുന്നുണ്ട്. ഓസ്ട്രേലിയനെ പഹലെ नंबर 1 लिया. अभी फिर ऑस्ट्रेलिया को नंबर 1 होना ही है. UK नंबर 2 नहीं होगा, वो भी नंबर 1 ही होगा. ബാബ എല്ലാവരും സന്തോഷിപ്പിക്കുമല്ലോ. ബാബ പറയാം, ഓസ്ട്രേലിയ നമ്പർ 1 ആയിക്കൊണ്ടിരിക്കുന്നു, UK നമ്പർ 2 ഒന്നും അല്ല കേട്ടോ, അതും നമ്പർ 1 തന്നെയാകും. अभी फिर ऑस्ट्रेलिया को नंबर 1 होना ही है. UK नंबर 2 नहीं होगा, वो भी नंबर 1 ही होगा. पुराने ऑस्ट्रेलिया के बच्चे बाप दादा को याद है. बाप दादा की लाडली निर्मलाश्रम. आप लोग तो कहते निर्मला दीदी कहते ना, लेकिन बाप दादा ने शुरू से उसको टाइटल दिया है निर्मल आश्रम. ബാബ പറയാ, ഓസ്ട്രേലിയയിലെ പഴയ ബ്രാഹ്മണരൊക്കെ ബാബയുടെ മുന്നിൽ വരുന്നു. അതിലും ബാബയുടെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടിയാണ് നിർമ്മൽ ആശ്രം. ബാബ കൊടുത്ത ഓമന പേരാ നിങ്ങളുടെ നിർമ്മലാ ദീദി. ശരിക്കും ബാബ എന്താ പേര് കൊടുത്തിരിക്കുന്നത്? നിർമ്മലാശ്രം. എന്തുകൊണ്ടാണ് ബാബ നിർമ്മൽ ആശ്രം എന്ന് പറയാൻ കാരണം, निर्मल आश्रम जिस आश्रम में अनेक आत्माओं ने सहारा लिया, बाप के बने और बन रहे हैं, बनते जाएंगे. ഇത് നിർമ്മൽ ആശ്രമാണ്. കാരണം ഈ ആശ്രമത്തിൽ അനേക ആത്മാക്കൾ ബാബയുടെ ആയി,
ആയിക്കൊണ്ടിരിക്കുന്നു, ഇനിയും ആവുകയും ചെയ്യും. तो एक एक ऑस्ट्रेलिया निवासी बच्चों को विशेष याद ये सामने बैठे ഓസ്ട്രേലിയ का है ना. അതുകൊണ്ട് ഓരോരോ ഓസ്ട്രേലിയ നിവാസി കുട്ടികൾക്കും വിശേഷമായ ഓർമ്മകൾ. ഇവർ മുന്നിൽ തന്നെ ഇരിക്കുന്നു. ഓസ്ട്രേലിയയിലത്തെ കുട്ടിയല്ലേ ഇരിക്കുന്നേ. ഓസ്ട്രേലിയ വാലേ ഉഠോ. ऑस्ट्रेलियाकारोडके एഴുന്നേൽക്കാൻ പറഞ്ഞു. बहुत अच्छे, इनको कितना अच्छा उमंग आ रहा है. विश्व की सेवा के लिए खूब तैयारियां कर रहे हैं. बाप दादा की मदद है, सफलता भी है ही. വിശ്വത്തിൻ്റെ സേവനത്തിനു വേണ്ടി ഒരുപാട് തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബാബയുടെ സഹായം ഉണ്ട്, ഒപ്പം തന്നെ സഫലതയും കിട്ടിയിരിക്കുന്നു. अच्छा अभी क्या दृढ़ संकल्प कर रहे हो. अभी इसी संकल्प में बैठो. സഫലത ഹമാര ജന്മസിദ്ധ അധികാർ ഹെ. ഇപ്പം എന്താ ദൃഢസങ്കല്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ഒരു സങ്കല്പം നമ്മുടെ ഉള്ളിൽ വേണം. സഫലത എൻ്റെ ജന്മാവകാശമാണ്. വിജയ് ഹമാരെ ഗലേ കി മാല ഹെ. എൻ്റെ കഴുത്തിൽ വിജയം മാലയായിരിക്കുന്നു. ഈസ് നിശ്ചയ റുഹാനി നശേമേ അനുഭവി സ്വരൂപ് ഹോക്കെ ബൈഠോ. ഈ നിശ്ചയത്തിലും ആത്മീയ ലഹരിയിലും അനുഭവി സ്വരൂപങ്ങളായി ഇരിക്കൂ. ഏതാണ് നമുക്ക് നിശ്ചയം? സഫലത നമ്മുടെ ജന്മാവകാശം, വിജയം നമ്മുടെ കഴുത്തിലെ മാലയാണ്. अच्छा चारों मोर के फिक्र से फारिंग बेफिक्र बादशाहों को सदा बेगमपुर के बादशाह स्वरूप में स्थित रहने वाले बच्चों को सर्व खजानों से संपन्न रिचेस्ट इन द वर्ल्ड सर्व बच्चों को सदा उमंग उत्साह के पंखों से उड़ती कला वाले बच्चों को सदा समाप्ति को समीप लाने वाले बाप दादा समान बच्चों को बाप दादा का याद प्यार, दिल की दुआएं, वरदान के वरदाता के वरदान और നമസ്തേ. ആർക്കൊക്കെ പറഞ്ഞു ബാബ? നാലുപാടുമുള്ള ചിന്തകളിൽ നിന്ന് ദൂരെയായിരിക്കുന്ന നിശ്ചിന്ത ചക്രവർത്തികൾക്ക്, സദാ ദുഃഖമില്ലാ രാജ്യത്തെ ചക്രവർത്തി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന മക്കൾക്ക്, സർവഖജനാവുകളാലും സമ്പന്നരായി റിച്ചസ്റ്റ് ഇൻ ദ വേൾഡ് ആയിരിക്കുന്ന സർവ മക്കൾക്കും, സദാ ഉത്സാഹത്തിൻ്റെയും ഉന്മേഷത്തിൻ്റെയും ചിറകുകളിൽ പറക്കുന്ന കളിയിൽ മുന്നേറുന്ന മക്കൾക്ക്, സദാ സമാപ്തിയെ സമീപത്ത് കൊണ്ടുവരുന്ന ബാബ്ദാദയ്ക്കു സമാനമായിരിക്കുന്ന മക്കൾക്ക്, ബാബ്ദാദയുടെ സ്നേഹം നിറഞ്ഞോർമ്മകളും ഹൃദയത്തിൻ്റെ ആശീർവാദവും വരദാതാവിൻ്റെ വരദാനവും നമസ്തേയും. मीठे मीठे सीखेलते बच्चों प्रति मात पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी बाप दादा को नमस्ते नमस्ते नमस्ते. वरदानम. स्वयं की सर्व कमजोरियों को दान की विधि से समाप्त करने वाले दाता विदाता भव. സ്വന്തം സർവ ദുർബലതകളെയും ദാനത്തിൻ്റെ വിധിയിലൂടെ ഇല്ലാതാക്കുന്ന ദാത്ത വിദാതാവായി ഭവിക്കട്ടെ. दाता विधातावाई भविष्यते. भक्ति में ये नियम होता है कि जब कोई वस्तु की कमी होती तो कहते हैं दान करो. ഭക്തിയിലെ നിയമം ഇതാണ്. ഏതെങ്കിലും വസ്തുവിൻ്റെ കുറവുണ്ടാകുമ്പോൾ ദാനം ചെയ്യൂ എന്ന് പറയുന്നു. दान करने से देना लेना हो जाता है. ദാനം ചെയ്യുന്നതിലൂടെ നൽകുന്നത് എടുക്കലായി തീരുന്നു. तो किसी भी कमजोरी को समाप्त करने के लिए दाता विदाता बनो. അതുകൊണ്ട് ഏത് ദുർബലതയെ ഇല്ലാതാക്കുവാനും
ദാതാവും വിധാതാവുമാകൂ. ദാതാവും വിധാതാവുമാകൂ. यदि आप औरों को बाप का खजाना देने के निमित्त सहारा बनेंगे तो कमजोरियों का किनारा स्वतः हो जाएगा. अथवा താങ്കൾ മറ്റുള്ളവർക്ക് ബാബയുടെ ഖജനാവ് നൽകുവാൻ നിമിത്ത ആശ്രയമാകുകയാണെങ്കിൽ, അഥവാ താങ്കൾ മറ്റുള്ളവർക്ക് ബാബയുടെ ഖജനാവ് നൽകുവാൻ നിമിത്ത ആശ്രയമാവുകയാണെങ്കിൽ ദുർബലതകൾ സ്വയം അകന്നുപോകും. ദുർബലതകൾ സ്വയം അകന്നുപോകും. अपने दाता विदातापन के शक्तिशाली संस्कार को इमर्ज करो. സ്വന്തം ദാത വിദാതാവെന്ന ശക്തിശാലി സങ്കല്പം ഉണർത്തൂ. ശക്തിശാലി സങ്കല്പം ഉണർത്തൂ. അപ്പോൾ ദുർബല സംസ്കാരങ്ങൾ സ്വയം ഇല്ലാതാകും. ദുർബല സംസ്കാരങ്ങൾ സ്വയം ഇല്ലാതാകും. എത്ര ശ്രേഷ്ഠമായ വരദാനാണ് അല്ലേ? എന്താ പറഞ്ഞേ ബാബ? സ്വന്തം സർവ്വ ദുർബലതകളെയും ദാനം ചെയ്യുന്ന വിധിയിലൂടെ ഇല്ലാതാക്കുന്ന ദാതാ വിദാതാവായി ഭവിക്കട്ടെ. ഭക്തിയിൽ നിയമം ഇതാണ്: ഏത് വസ്തുവാണോ കുറവുള്ളത് അത് ദാനം നൽകൂ. ദാനം കൊടുക്കുന്നതിലൂടെ നൽകൽ എടുക്കലായി തീരുന്നു. അതുകൊണ്ട് ഏതെങ്കിലും ദുർബലതയെ ഇല്ലാതാക്കുവാൻ ദാതാ വിദാതാവാകൂ. അഥവാ താങ്കൾ മറ്റുള്ളവർക്ക് ബാബയുടെ ഖജനാവ് നൽകുവാൻ നിമിത്ത ആശ്രയമായാൽ ദുർബലതകൾ സ്വയമേവ ഇല്ലാതാകും. സ്വന്തം ദാതാവിദാതാവിൻ്റെ ശക്തിശാലി സംസ്കാരം പ്രകടമാക്കൂ. അപ്പോൾ ദുർബല സംസ്കാരങ്ങൾ സ്വയം ഇല്ലാതാകും. അപ്പം നമ്മളെല്ലാം മാറി പെർഫെക്റ്റായിട്ട് സേവയ്ക്ക് നിമിത്താവുന്നല്ല. ആരാണോ ഭഗവാന്റെ ജ്ഞാനം പറഞ്ഞു കൊടുക്കാൻ സ്വയം നിമിത്താകുന്നത് അവരുടെ എല്ലാ ദുർബലതകളും സ്വയമേവ ഇല്ലാതാകും. സ്ലോഗൻ: अपने ശ്രേഷ്ഠ ഭാഗ്യ കെ ഗുൺ ഗാത്തേ രഹോ കംസോരിയോ കെ നഹീം. സ്വന്തം ശ്രേഷ്ഠ ഭാഗ്യത്തിൻ്റെ ഗുണങ്ങൾ പാടിക്കൊണ്ടിരിക്കൂ. സ്വന്തം ശ്രേഷ്ഠ ഭാഗ്യത്തിൻ്റെ ഗുണങ്ങൾ പാടിക്കൊണ്ടിരിക്കൂ. ദുർബലതയുടേതല്ല. ഇന്നത്തെ അവ്യക്ത സൂചന: സഹജയോഗിയാകുവാൻ പരമാത്മാ സ്നേഹം അനുഭവിക്കുന്നവരാകൂ. ജിസ്സെ പ്യാർ ഹോത്താ ഉസ്കോ ജോ അച്ഛാ ലഗ്താ വഹി കിയാ ജാത്താ ഹൈ. ആരോടാണോ സ്നേഹം അവർക്ക് ഇഷ്ടമുള്ള കാര്യം മാത്രം ചെയ്യും. तो बाप को बच्चों का अपसेट होना अच्छा नहीं लगता, इसलिए कभी भी ये नहीं कहो क्या करें, बात ही ऐसी थी इसलिए अपसेट हो गए. അതുകൊണ്ട് ബാബയ്ക്ക് നമ്മൾ കുട്ടികൾ അപ്സെറ്റ് ആവുന്നത് ഇഷ്ടമല്ല. എന്താ ചെയ്യുക ബാബ? കാര്യങ്ങൾ അങ്ങനെയായിരുന്നു, അതുകൊണ്ട് അപ്സെറ്റായി പോയി. अगर बात अपसेट की आती भी है आप अपसेट സ്ഥിതി में नहीं आओ. അവർ കാര്യങ്ങളൊക്കെ അപ്സെറ്റ് ആവണ്ടായിക്കോട്ടെ, നിങ്ങളുടെ സ്ഥിതി എന്തിനാ അപ്സെറ്റ് ആവുന്നത്? ദിൽ സേ ബാബ കഹോ ഉസി പ്യാർ മേ സമാ ജാവോ. ബാബാന്ന് മനസ്സുകൊണ്ട് വിളിക്കൂ, ആ സ്നേഹത്തിൽ അലിഞ്ഞു ചേരൂ. അച്ഛ, ഓം ശാന്തി. അപ്പം താക്കോല് കിട്ടിയ എല്ലാവർക്കും? തുറക്കാനുള്ള നമ്പർ മിസ്സാക്കരുതേ. എന്താ നമ്പർ? 30 ആത്മാ ബിന്ദു ശിവബാബ ബിന്ദു ഡ്രാമ ബിന്ദു. ഈ താക്കോലിട്ട് തുറന്നാൽ തീർച്ചയായിട്ടും 3 അക്കൗണ്ടിലും നല്ല സമ്പാദ്യം ഉണ്ടാവും. മന്ത്രം ഉപയോഗിക്കണം. ഏതാ മന്ത്രം? മന്മനാഭവ. ആ മന്ത്രം ഉപയോഗിക്കണമെങ്കിൽ 3 പാസ് ഉപയോഗിക്കണം. ഏതാ പാസ്? 1 പാസ്സാവ്, ബാബയുടെ അടുത്തിരിക്കുക. 2 സാഹചര്യങ്ങൾ, പാസ് കടന്നു പോയതിന് ഫുൾ സ്റ്റോപ്പ് ഇടുക. 3 പാസ് വിത്ത് ഓണർ ഭരണ. അപ്പോൾ
സ്വരാജ്യാധികാരിയിലേക്കുള്ള ഫുൾ പാസ്സാകാൻ നമുക്ക് സാധിക്കും. അച്ഛാ, അതുകൊണ്ട് ഈ പ്രാക്ടീസ് നന്നായി ചെയ്തുകൊണ്ട് എല്ലാവരും ആ ഹനുമാന് ബാബ പറഞ്ഞത് അതല്ലേ, ഹനുമാന്റെ വാല് കത്തിച്ച് കളഞ്ഞിട്ട് വേണം പഴയ ലോകം കത്തിക്കാന്ന്. ലങ്ക പഴയ ലോകമാണെന്ന്. നമ്മുടെ വാലേതാ? ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കണ വാലേതാ? ഞാൻ അഭിമാനം, അപമാനം, നിരാശ ഒക്കെ ഇനിയും കത്തിച്ച് കളയണം. ഓം ശാന്തി, ഓം ശാന്തി. Bye.